എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ചിത്ര മാമിനെ എന്നറിയാം. ചിത്ര മാം വരും. അതിന് മുന്നേ ഒരു നല്ലൊരു കിടിൽ ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ജിഷു എന്നാണ്, അതിനുള്ള ഫാക്കൽറ്റിയാണ്. ഇന്ന് സിവിൽ സർവീസിൽ റിസൾട്ട് വന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഐലൻഡിനെ സംബന്ധിച്ച് ഒരു കിടിലൻ റിസൾട്ടാണ് വന്നത്. നമുക്ക് ടോപ്പ് 100 നമ്മുടെ 5 പേരാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വർഷം കഴിഞ്ഞ വർഷം ഐലൻഡിൽ പഠിച്ച 3 കുട്ടികൾ ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC സിവിൽ സർവീസിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിനേക്കാളും കുറേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജിംഖാനയിലെ 4 ഫാക്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ഈ വർഷം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള ന്യൂസായിട്ട് പറയാനുള്ളത്. ആ 4 ഫീൽഡ് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. റീനു മാം കയറിയിട്ടുണ്ട്. റീനു മാം ആക്ച്വലി 81 ആണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ വിനീത് ലോഹിതാക്ഷൻ സാർ നിങ്ങൾക്ക് അറിയാം 211 റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്ന 2 ടോപ്പേഴ്സും കൂടി നമുക്കുണ്ട്. രാഹുൽ രാഘവനാണ്. അതോടൊപ്പം തന്നെ ആദിൽ ഷുക്കൂർ എന്ന ഫാക്കൽറ്റി നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇവർ 2 പേരും സർവീസ് കയറിയിട്ടുണ്ട്. സോ ജിംഖാന ഈസ് ഗോയിങ് ടു ബി നെക്സ്റ്റ് ലെവൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ പാർട്ടിസിപ്പേഷൻ. പക്ഷേ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്ന്. 40-ൽ കൂടുതൽ റിസൾട്ടാണ് ഐലേൺ ഈ വർഷം, ജെന്യൂൺ റിസൾട്ടാണ് ഐലേൺ നേടിയിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. തുടർന്ന് ഈ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു വണ്ടർഫുൾ ഡേ ആണ് ഐലേണിനെ സംബന്ധിച്ച് ഇന്നത്തെ എന്നുള്ളത്. സോ ഞാൻ നിർത്തുകയാണ്. അതിനു മുന്നേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ പേരും ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റട്ടെ. നിങ്ങളും ഇതേപോലെ നല്ല റാങ്കിൽ വരാൻ വേണ്ടി പറ്റട്ടെ. ഐലേൺ ഈസ് ഓൾവേസ് വിത്ത് യു, റൈറ്റ്? സോ മാം ഇപ്പോൾ വരും. Thank you so much, guys.
Good evening everyone. We will be dealing with the ancient and medieval history part in the Prelims Gymkhana today. So, we will 3 days class plan cheyunnathu. Adile lecture plan will be first day. Today we will start from the prehistoric period, adayathu Stone Age till Post-Mauryan. Okay. Second day we will be dealing with Gupta period till early medieval. And third day we will be dealing with Delhi Sultanate till Mughals. So, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. PYQൻ്റെ ബേസിസിൽ നമ്മൾ ഈ ഓരോ സെക്ഷനും റിവൈസ് ചെയ്ത് പോവുകയായിരിക്കും. ഓക്കെ, സോ ടുഡേ വിൽ സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിൽ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈമിൽ പ്രീഹിസ്റ്ററിക് ടൈമിൽ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓൾഡ് സ്റ്റോൺ ഏജ് പാലിയോലിത്തിക് ആൻഡ് മിഡിൽ സ്റ്റോൺ ഏജ് മെസോലിത്തിക് ആൻഡ് ന്യൂ സ്റ്റോൺ ഏജ് നിയോലിത്തിക്. ഓക്കെ, ഇങ്ങനെ 3 ടൈം പീരീഡ് ആയിട്ട് നമ്മൾ സ്റ്റോൺ ഏജിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് പീരീഡ് ഇസ് ഫ്രം 5 lakh BCE ടു 10,000 BCE. ആൻഡ് ഓൾസോ ഈ പാലിയോലിത്തിക് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജിനെ തന്നെ പാലിയോ ഈസ് ഓൾഡ് ആൻഡ് ഇതിനെ തന്നെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അപ്പർ, മിഡിൽ and low. Sorry. So these are the 3 classifications of Paleolithic. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഫസ്റ്റ് പീരീഡ് ഈസ് ഫ്രം 5 lakh BCE ടു 10,000 BCE. ആ പീരീഡിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക് പീരീഡ്. ഇനി ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പീരീഡ് എന്താണെന്ന് നോക്കാം. പാലിയോലിത്തിക് ഓൾഡ് പീരീഡ് ആയതുകൊണ്ട് തന്നെ 5 lakh BCE ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സീ വളരെ സ്റ്റോൺസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ടൂൾസ് ഉണ്ടാക്കിയിരുന്നത് അല്ലേ. അപ്പോൾ മേജർ ടൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ചോപ്പേഴ്സ്, ക്ലീവേഴ്സ്, ഫ്ലേക്ക് ടൂൾസ്, അല്ലെങ്കിൽ പാരലൽ സൈഡഡ് ബ്ലേഡ്സ് ആൻഡ് യൂസ് ഓഫ് ഫ്ലിൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിക്കയുടെ ഫോമാണ് ആൻഡ് ഈ റോക്സ് വെച്ചിട്ടാണ് ആ ടൈം പീരീഡിൽ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത്. നമുക്ക് ബേസിക്കലി PYQs വരുമ്പോൾ ഈ പീരീഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് മേജർലി സൈറ്റ്സിൻ്റെ ബേസിസിലായിരിക്കും. സോ ഹിയർ പാലിയോലിത്തിക് പീരീഡിൽ ഈ ലോവർ, മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക് പീരീഡിൽ മേജർലി നമുക്ക് സൈറ്റ്സിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഈസ് സോഹൻ ആൻഡ് ബേലൻ വാലി. ഇവിടെ സോഹൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സൈറ്റാണ്. ഓക്കെ, ആൻഡ് ബേലൻ വാലി ഈസ് ഇൻ ഉത്തർപ്രദേശ്. ആൻഡ് another 2 sites are Nagaur and Didwana in Rajasthan and Kurnool caves in Andhra Pradesh. Okay, ഇവിടെ കുർണൂൽ കേവ്സ് വരുമ്പോഴത്തേക്കും യു ക്യാൻ ഓൾസോ സീ എവിഡൻസസ് ഓഫ് ആഷസ് ഇൻ കുർണൂൽ കേവ്സ്. ഓക്കെ, അപ്പോൾ പാലിയോലിത്തിക് സൈറ്റ്സിൽ 5 lakh BCE ടു 10,000 BCEയിൽ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. മേജർ സൈറ്റ്സ് ആർ സോഹൻ, ബേലൻ, നഗോർ, ദിദ്വാന, രാജസ്ഥാൻ ആൻഡ് കുർണൂർ. ഓക്കെ, now we will move on to the Mesolithic period, അതല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് പറയും. മിഡിൽ സ്റ്റോൺ ഏജിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ക്ലൈമറ്റ്? നമ്മൾ പാലിയോലിത്തിക് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ദ ഐസ് ഏജ്. ആൻഡ് മിഡിൽ സ്റ്റോൺ ഏജിലേക്ക് വരുമ്പോഴത്തേക്കും യു ക്യാൻ സീ ക്ലൈമറ്റ് വാം ആവുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് വാം ആവുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. സീസൺസ് മാറാൻ തുടങ്ങും, അതനുസരിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടാൻ തുടങ്ങും, അതനുസരിച്ച് ആൾക്കാർ മൂവ് ചെയ്യാനും തുടങ്ങും. സോ മെസോലിത്തിക്കിൽ മേജർ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ദാറ്റ് ടൈം പീരീഡ് ഈസ് ഫ്രം 9,000 BCE to 4,000 BC. Okay, and here dry warm climate nammal parnu, and also the type
of tools they used, it is called as microliths. Microliths എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോൺ ടൂൾസ് വേർ ചോപ്പേഴ്സ് ആൻഡ് ക്ലീവേഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലേ, അത് വലിയ കല്ലുകളാണ്. ഓൾഡ് ഏജ് ആയിട്ടുള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള മാൻ യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ടൂൾസാണ്. സെക്കൻഡ് പീരീഡ് മെസോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോഴത്തേനും ഈ സ്റ്റോൺ ടൂൾസിൻ്റെ സൈസസ് ഡ്രാസ്റ്റിക്കലി കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ചെറിയ ടൈനി സ്റ്റോൺ ടൂൾസിനെയാണ് ഇവിടെ മൈക്രോലിത്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ most prominent characteristic of Mesolithic period. And another characteristics അല്ലെങ്കിൽ അതിൻ്റെ ടൂൾസ് ആ ബ്ലേഡ്, കോർ ആൻഡ് ക്വെൻസ്. ക്വെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പം അമ്മിക്കല്ലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതുപോലുള്ള 2 കല്ലുകൾ ഉപയോഗിച്ച് ട്യൂബേഴ്സ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളെയൊക്കെ അരയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസിനെയാണ് ഈ ക്വെൻസ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ടൈപ്പ് ഓഫ് ടൂൾസ് എമേർജിങ് ഇൻ ദ മെസോലിത്തിക് പീരിയഡ്. ആൻഡ് മെസോലിത്തിക് പീരീഡിൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത് സീസൺസ് അനുസരിച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കിട്ടുന്നതനുസരിച്ച് ട്രാവൽ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദേ ഹാവ് സോ മച്ച് ലെഷർ ടൈം ഇൻ ദിസ് പീരിയഡ്. ഓക്കെ, അപ്പം ദേ ഹാവ് സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ഓൾസോ. സോ ഹിയർ ഈസ് വേർ യു ക്യാൻ സീ കേവ് പെയിൻറ്റിങ്സ്. സോ മെസോലിത്തിക് പീരീഡിൽ യു ക്യാൻ സീ കേവ് പെയിൻറ്റിങ്സ്. And one of the prominent site is Bhimbetka. That is in Madhya Pradesh. Okay, so Bhimbetkil you can see various cave paintings, and majorly ഈ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന കളേഴ്സ് ആർ എന്തൊക്കെയായിരിക്കും? ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ആണല്ലേ അവർക്ക് കിട്ടുന്ന കളേഴ്സ്. സോ അതിൽ നിന്നും അവർക്ക് കിട്ടുന്ന കളേഴ്സ് വിൽ ബി റെഡ്, white, okay, green, etc. Majorly red and white ആണ് ഈ ഒരു പെയിൻറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. And another example for cave painting is Lakhudiyar. That is in Uttarakhand. Okay, അപ്പം Mesolithic period is characterized by cave paintings, usage of microliths, etc. Okay, some other sites are Bagor and Sanganakallu. Sanganakallu is in Karnataka and Bagor is in UP region. Okay, and the third period is Neolithic or New Stone Age. സോ നമ്മൾ ക്ലൈമറ്റ് മാറിയെന്ന് പറഞ്ഞു, ആൻഡ് അതനുസരിച്ച് ആളുകൾ ട്രാവൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. നിയോലിത്തിക് ആകുമ്പോഴത്തേക്കും മേജർ ചേഞ്ച് ഈ കമ്മ്യൂണിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് എമർജൻസ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പോൾ നിയോലിത്തിക് ഏജിൻ്റെ എൻഡിലോട്ട് ബൈ 1000 BC യു ക്യാൻ ഓൾസോ സീ സെറ്റിൽഡ് ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അഗ്രികൾച്ചർ എന്തൊക്കെയായിരിക്കും ക്രോപ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി മില്ലറ്റ്സ് അല്ലേ, ബാർലി, സോറി ഡ്രൈ ക്രോപ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഫ്രം ദെയർ ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ദ അനദർ നീഡ് ഈസ് ടു സ്റ്റോർ ദാറ്റ് ക്രോപ്സ് അല്ലേ. സോ there is a you can see the start of pottery, that is red burnished ware start ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ഓൾസോ the tools are called as cells. സെൽസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ആക്സസ് ആണ്, സ്റ്റോൺ ആക്സസ്, പല ഷേപ്സിലുള്ള സ്റ്റോൺ ആക്സസ് ആണ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ മേജർ സൈറ്റ്സ് ഇൻ ദിസ് പീരിയഡ് ആർ Meghad. Meghad is in Pakistan, and again one of the earliest sites from where we get evidences of crops. ഈ ക്രോപ്സ് എന്ന് പറയുമ്പം ഇവിടെ മേഘഡിൽ ഏകദേശം 7000 BC ടൈമിൽ തന്നെ യു ക്യാൻ സീ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്, കോട്ടൺ, എക്സെട്ര. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് Meghad site. Then in Indian subcontinent we can see Vindhyan region agriculture start ചെയ്യുന്നതായിട്ട് കാണാം. Okay, and there are other
sites examples such as Butsahom, that is in Jammu, and Gufral, again in Jammu. Then you have Chirand. Chirand is in Bihar. Here you have evidences of antler bones. Okay, sorry. Antler bones in the examples here കാണാൻ പറ്റും. And the last site will be, or in the southern side you can see Payampalli. Payampalli is in Tamil Nadu. Okay, so these are the 3 Stone Age periods: Paleolithic, Mesolithic and Neolithic. Major characteristics അതുപോലെ തന്നെ സൈറ്റ്സും ആണ് നമ്മളിപ്പോൾ നോക്കിയത്. മേജർലി ഈ ഒരു ഏരിയയിൽ നിന്നും PYQs നമുക്ക് UPSC അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ചോദിച്ചാൽ മേജർലി സൈറ്റ്സ് ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ സൈറ്റ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സൈറ്റ്സും കുറച്ചുകൂടെ എക്സ്ട്രാ സൈറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. You have to remember like 3-4 sites in each phases. Okay, from there, so this is the timeline from 5 lakh BCE to 10,000 BCE. From there to 4,000 you can see Mesolithic, and from 7,000 we talked about Neolithic sites. Okay, I'm sorry, voice low ആണെന്ന് പറയുന്നുണ്ട്. Okay. Okay, so again ഷാഫി ചോദിച്ചിട്ടുണ്ട് പാലിയോലിത്തിക് പീരിയഡ് കംപ്ലീറ്റ്ലി പെയിൻറ്റിങ്സ് ആബ്സെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുമെന്ന്. ബേസിക്കലി അപ്പോൾ പാലിയോലിത്തിക് പീരിയഡിലോട്ടാണ് നമുക്ക് പെയിൻറ്റിങ്സ് ആദ്യമായിട്ട് എവിഡൻസസ് കിട്ടുന്നത്. സോ അത് എമേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെച്യൂർ സ്റ്റേജിലോട്ട് വരുന്നത് മെസോലിത്തിക് പീരിയഡിലാണ്. അപ്പോൾ പാലിയോലിത്തിക്കിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ പാലിയോലിത്തിക് പീരിയഡിൽ വി ക്യാൻ സീ സം എവിഡൻസസ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ ഭീംബേദ്ക എന്ന് പറഞ്ഞ സൈറ്റ് ഈസ് ആക്ച്വലി പ്രോമിനൻറ്റ് ഫ്രം ദ ലോവർ പാലിയോലിത്തിക് പീരിയഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അവർ ചാൽക്കോലിത്തിക് പീരിയഡ്. സോ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റോൺ ആണ് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പം ഇവൻച്വലി ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് എന്താണ് മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ ഫസ്റ്റ് മെറ്റൽ ദേ എൻകൗണ്ടേർഡ് ഈസ് കോപ്പർ. ഓക്കെ, അപ്പം ഇവിടെ ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത് ചാൽക്കോ ഈസ് കോപ്പർ ആൻഡ് ലിത്തിക് ഈസ് സ്റ്റോൺ. സോ കോപ്പർ സ്റ്റോൺ ഏജിനെയാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് സെറ്റിൽഡ് ഫാമിംഗ് കമ്മ്യൂണിറ്റീസിനെ സ്റ്റാർട്ട് ചെയ്തു നിയോലിത്തിക് പീരീഡിൽ നിന്നാണ്. അവിടെ നിന്ന് കോപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെറ്റൽ ഏജ് തുടങ്ങുന്നത് ഏകദേശം ഇറ്റ് ഈസ് അറൗണ്ട് 2800 BC എന്ന് പറയാം. ഓക്കെ, അതായത് നിയോലിത്തിക്കിൻ്റെ ഫേസിൽ തന്നെ ചെറുതായിട്ട് മെറ്റൽ നിയോലിത്തിക് എൻഡ് ചെയ്യുന്ന ഫേസിൽ തന്നെ മെറ്റൽ യൂസേജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ നേരത്തെ നമ്മൾ പറഞ്ഞ നിയോലിത്തിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിൽഡ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസ് തന്നെയാണ് നമുക്ക് ചാൽക്കോലിത്തിക് പീരിയഡിലും കാണാൻ പറ്റുന്നത്. ആൻഡ് ഹിയർ ദ മേജർ പോട്ടറി യൂസേജസ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. ഓക്കെ, ആൻഡ് സൈറ്റ്സിൽ വരുമ്പോഴത്തേക്കും യു ക്യാൻ സി അഹർ ആൻഡ് ഗിലുണ്ട് ഇൻ രാജസ്ഥാൻ. ദിസ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എവിഡൻസസ് ഓഫ് ചാൽക്കോലിത്തിക് സൈറ്റ്. ഓക്കെ, രാജസ്ഥാനിൽ അഹറും ഗിലുണ്ട്. നെക്സ്റ്റ് മധ്യപ്രദേശിൽ യു ക്യാൻ സി കായത, നവ്ദ തോലി ആൻഡ് എറാൻ ഇൻ മധ്യപ്രദേശ്. Third one is from the southern side, that is Daimabad and Inam Gaon in Maharashtra. Okay, Inam Gaon എന്ന് പറയുന്നത് UPSC ഓൾറെഡി ചോദിച്ച സൈറ്റാണ്. Inam Gaon ഈസ് സ്പെഷ്യൽ ബിക്കോസ് അവിടെ നമ്മൾ ഈ ചാൽക്കോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് മാറുന്നതായിട്ട് കാണാം. ഓക്കെ, സോ Inam Gaonil യു ക്യാൻ സി ഹൗസസ്, and also this site is near the tributary of Krishna. Okay, the name is God River. കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഭീമ റിവർ ഉണ്ട്. ആൻഡ് ആ ഭീമ റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ് ഗോഡ് എന്ന് പറയുന്ന റിവർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഘോഡ് റിവർ. യു ക്യാൻ സി Inam Gaon in Maharashtra.
Okay. Here Daimabad is also important, that you will see നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ വീണ്ടും ദൈമാബാദ് എന്നുള്ള സൈറ്റ് നമ്മൾ കാണും. സോ മഹാരാഷ്ട്രയിലെ ഈ രണ്ട് സൈറ്റും ചാൽക്കോലിത്തിക് ഏജിൽ വളരെ പ്രോമിനൻ്റ് ആയിരുന്നു. ഓക്കെ, ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഏകദേശം നിയോലിത്തിക്കിൻ്റെ സെയിം തന്നെയാണ് ചാൽക്കോലിത്തിക് ഏജിലും വരുന്നത്. സോ ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടൈം ലൈൻ. മെസോലിത്തിക്കും നിയോലിത്തിക്കും നമ്മൾ പറഞ്ഞിരുന്നു. ഫ്രം ഹിയർ ഏകദേശം 2800 BC തൊട്ട് you can also see Chalcolithic phase. Okay. From here, we will deal with the major topic, that is Indus Valley civilization. ഇപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇൻഡസ് വാലി സിവിലൈസേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തായിരുന്നു ഇപ്പം നടക്കുന്ന ഡിസ്കഷൻസ്? Okay, so UPSC always have this tendency, whatever is in news, അതിനെ റിലേറ്റ് ചെയ്ത് ancient എന്ന് എന്തെങ്കിലും ചോദിക്കാനുള്ള. യു വിൽ സി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പല PYQസും ആ ടൈം പീരീഡിലുള്ള എന്തെങ്കിലും ന്യൂസിനെ റിലേറ്റ് ചെയ്തായിരിക്കും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഐ വിൽ ഷോ യു ദ PYQ. ഐ വിൽ ഗിവ് യു 20 seconds. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക ആൻഡ് വി വിൽ ഡിസ്കസ് ദ റിലേറ്റഡ് ഫാക്ട്സ്. ഷാഫി പറഞ്ഞിട്ടുണ്ട് TN ഗവൺമെൻറ് എന്ന്. റൈറ്റാണ്. TN ഗവൺമെൻറ്റിൽ സ്റ്റാലിൻ ഈ ഇടയ്ക്ക് IVCയെ മെൻഷൻ ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷനെ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഓക്കെ, ഇവിടെ ഷിജിനും ഷാഫിയൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. എ ആണ്. സോ ഇൻ 1 minute. Okay, so here the answer will be Dholavira. Okay, and next question is characteristics of IVC people എന്നുള്ളതാണ് question. Yeah. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാപ്പിൽ ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ഏകദേശം 3300 to 1300 BC എന്നാണ് മോസ്റ്റ്ലി പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ മെച്യൂർ സ്റ്റേജിനെ കുറിച്ചാണ്. ഓക്കെ, ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2600 to 1900 BC. ഓക്കെ, അപ്പോൾ ചാൽക്കോലിത്തിക്കിൽ കോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിലോട്ട് വരുമ്പോൾ എന്താണ് മെറ്റൽ മാറുകയാണ്. ദാറ്റ് ഈസ് ബ്രോൺസ്. ദാറ്റ് ഈസ് കോപ്പർ പ്ലസ് ടിന്നാണ് നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്നത്. സോ ബ്രോൺസ് ഏജ് സിവിലൈസേഷനായിട്ടാണ് ഇൻഡസ് വാലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വേൾഡിൽ വേറെയും പല സിവിലൈസേഷൻ കണ്ടംപറേനിയസ് ആയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് മെസപ്പൊട്ടേമിയ, ഈജിപ്റ്റ് എന്ന് പറയുന്ന സിവിലൈസേഷൻസ് ഒക്കെ ഈ ഒരു ടൈം പീരീഡിൽ ഫ്ലറിഷ് ചെയ്തിരുന്നു. ആൻഡ് ഇൻഡസ് വാലിയുടെ എക്സ്കവേഷൻസ് ഒക്കെ വളരെ ലേറ്റർ പീരീഡിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സൈറ്റ് ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ് civilization which has used bronze and which is also the first urban civilization in South Asia. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമ്പം അർബൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ്? മോസ്റ്റ്ലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാവും, നല്ല ആർക്കിടെക്ചേഴ്സ് അല്ലെ, പ്ലാൻഡ് ആർക്കിടെക്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് വേരിയസ് ജോബ്സ് ഉണ്ടാവും അല്ലേ, അതർ ദാൻ അഗ്രികൾച്ചർ അല്ലാതെ വേറെ കുറേ ജോബ്സ് ഈ ഒരു ടൈമിൽ ഫ്ലറിഷ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പം അഗ്രികൾച്ചർ സർപ്ലസ് ഉണ്ടാവുകയും അതിൻ്റെ വെൽത്തിൽ നിന്നും വേറെ ജോബ്സിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സും എല്ലാം ഈ ടൈമിൽ ഉണ്ടാവുന്നതായിട്ട് കാണും. So that are some of the features of urbanism. And
Indus Valley is one such civilization. So UPSC has a tendency ഈ ഒരു കഴിഞ്ഞൊരു 4-5 ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്കവേറ്റ് ചെയ്ത ആൾക്കാരുടെ പേരുകൾ ഒക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. സോ വിൽ സി, നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷനും കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇറ്റ് ഈസ് ബിക്കോസ് ദ ഫസ്റ്റ് സൈറ്റ് ടു ബി എക്സ്കവേറ്റഡ് വാസ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ 1921 ബൈ ദയാറാം സാനി. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് സൈറ്റ് വാസ് മോഹൻജദാരോ in 1922 by R.D. Banerjee. And here I'll show you the extent of Indus Valley civilization. Extent എന്ന് പറയുമ്പം നമ്മൾ ഓരോ ഡയറക്ഷൻസിലും ഏത് സൈറ്റ്സ് ആണ് ഉള്ളതെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഹിയർ വിൽ സി നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പം നോർത്തേൺ മോസ്റ്റ് പോയിന്റിൽ യു ക്യാൻ സി മണ്ട ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ, നോർത്ത് എന്ന് പറയുമ്പം മണ്ട അല്ലേ? ആൻഡ് സദേൺ മോസ്റ്റ് പോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദൈമാബാദാണ് സൈറ്റ്. ചാൽക്കോലിത്തിക് പീരീഡിൽ തന്നെ പ്രോമിനൻ്റ് ആവുകയും പിന്നീട് അർബനൈസേഷനിലോട്ട് എത്തുകയും ചെയ്യുന്ന ദൈമാബാദ്. ഓക്കെ, ആൻഡ് വെസ്റ്റേൺ മോസ്റ്റ് പാർട്ടിൽ you can see Suktagendar in Pakistan, and eastila it is Alamgirpur. Okay, so eastilana ningalku Alamgirpur കാണാൻ പറ്റുന്നത്, Uttar Pradesh. So that will be here. Okay, so here you can see Manda, and somewhere over here you will see Alamgirpur, Suktagendar, and in the southern side you can see Daimabad. Okay, ഇതാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. സോ അർബനൈസേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്ലാൻഡ് ആർക്കിടെക്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ യു ക്യാൻ സി ടൗൺ പ്ലാനിങ് ആസ് വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ടൗൺ പ്ലാനിങ്ങിൽ സിറ്റഡലും ലോവർ ടൗണുമായിട്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ വെസ്റ്റേൺ പാർട്ടിൽ യു വിൽ ഹാവ് സിറ്റഡൽ, ആൻഡ് ഈസ്റ്റേൺ പാർട്ടിൽ യു വിൽ ഹാവ് ലോവർ ടൗൺ. Here you will have citadel. Okay, അപ്പോൾ ഈ സിറ്റഡലിൽ എന്താണ് കൂടുതലും പബ്ലിക് ഓഫീസസും കാര്യങ്ങളും ഒന്നാണ് ബിലീവ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ മോഹൻജദാരോ ആവട്ടെ, ഹാരപ്പ ആവട്ടെ, ഇവിടെയൊക്കെ വലിയ സ്ട്രക്ചേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് മോഹൻജദാരോയിൽ വി ഹാവ് ഗോട്ട് ഗ്രേറ്റ് ബാത്ത് ഇൻ മോഹൻജദാരോ, അതുപോലെ തന്നെ ഗ്രേനറി ഇൻ ഹാരപ്പ. ഇതുപോലെ പബ്ലിക് യൂട്ടിലിറ്റി ഉള്ള ബിൽഡിങ്ങുകളാണ് നമുക്ക് ഈ വെസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ സിറ്റഡലിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സിറ്റഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഈസ് ഇത് ഒരു അപ്രൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ദ ലോവർ ടൗൺ. അപ്പോൾ സിറ്റഡലിൽ നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നത് വെസ്റ്റേൺ സൈഡിലായിരിക്കും, അത് അപ്രൈസ്ഡ് പ്ലാറ്റ്ഫോമിലായിരിക്കും, ആൻഡ് പബ്ലിക് ക്യാരക്ടറുള്ള ബിൽഡിങ്സ് ആയിരിക്കും വെസ്റ്റേൺ സൈഡിൽ ഉണ്ടാകുന്നത്. ആൻഡ് ഇൻ ദ ഈസ്റ്റേൺ സൈഡ് വി ഹാവ് ലോവർ ടൗൺ അല്ലേ? സോ ലോവർ ടൗണിൽ ആണ് റെസിഡൻഷ്യൽ ഏരിയ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഗ്രിഡ് പാറ്റേൺ. എന്താണ് ഗ്രിഡ് പാറ്റേൺ? അതായത് മേജർ സ്ട്രീറ്റ്സിലോട്ട് ഇടയ്ക്ക് നിന്നുള്ള സ്ട്രീറ്റ്സ് എല്ലാം 90 ഡിഗ്രീസിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ഗ്രിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ചെറിയ ലെയിൻസും കണക്ട് ചെയ്യുന്നത് 90 ഡിഗ്രീസ് ആയിരിക്കും, ആൻഡ് ആ ലെയിൻസിൻ്റെ ഇടയിലായിരിക്കും ഹൗസസ് ഉണ്ടാകുന്നത്. ആൻഡ് ഹൗസസ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബിൽഡ് ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബേക്ക്ഡ് ബ്രിക്സ്. സോ ആദ്യമായിട്ടാണ് നമ്മളൊരു ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ വീടുകളുടെ
എവിഡൻസസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെറിയ സെറ്റിൽഡ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴും അത് വാറ്റ് ലാൻഡ് ദോബ് ഉപയോഗിച്ച്, ചെറിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓലമേഞ്ഞ വീടുകൾ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള നാച്ചുറലി കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അവിടുന്ന് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചാണ് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണാൻ പറ്റുന്നത്. വി സീ ദ യൂസ് ഓഫ് ബേക്ക്ഡ് ബ്രിക്സ്. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ഇസ് ഡ്രെയിനേജ്. സോ ഒരു വെൽ പ്ലാൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണാൻ പറ്റും. ഓരോ ഹൗസസിൽ നിന്നും മെയിൻ സ്ട്രീറ്റിലോട്ട് ഡ്രെയിനേജ് കണക്ട് ചെയ്യുകയും അതിൽ you can see sock pits. ഓക്കെ, സോളിഡ് വേസ്റ്റ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സോക്ക് പിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യു ഹാവ് മാൻ ഹോൾസ് അറ്റ് ഡെഫിനിറ്റ് ഇൻ്റർവെൽസ് ടു ക്ലീൻ ദിസ് ഡ്രെയിനേജ് ആൻഡ് ഓൾ ദീസ് ഡ്രെയിനേജസ് വിൽ ബി കവേർഡ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ഇൻഡസ് വാലി പീരിയഡ്. Okay, so we are talking about the town planning of Indus Valley civilization. So burn brick usage നമ്മൾ പറഞ്ഞു, grid pattern നമ്മൾ പറഞ്ഞു, drainage system നമ്മൾ ഡിസ്കസ് ചെയ്തു. From here we will go on to the economic and social conditions of Indus Valley civilization. അല്ലേ, നമ്മൾ അർബൻ സിവിലൈസേഷൻ ആണെന്ന് പറഞ്ഞു. സോ അഗ്രി സർപ്ലസ് എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. സോ യു ക്യാൻ സീ ഈ ഒരു ടൈം പീരിയഡിൽ ദർ ഈസ് അഗ്രി സർപ്ലസ് ആൻഡ് മേജർ ക്രോപ്സ് ആർ വീറ്റ് ആൻഡ് കോട്ടൺ. ഓക്കെ, വീറ്റ് ആൻഡ് കോട്ടൺ ആണ് ഈ ഒരു പീരിയഡിൽ കൂടുതലും ക്രോപ്പായിട്ട് ഉപയോഗിച്ചിരുന്നത്. റൈസിൻ്റെ എവിഡൻസസ് വളരെ മിനിമലാണ് IVCയിൽ. ആൻഡ് റൈസ് ഈസ് മേജർലി ഇൻ ദ ഗുജറാത്ത് റീജിയനിലാണ് കൂടുതലും റൈസിൻ്റെ എവിഡൻസസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അർബനൈസേഷൻ ആകുമ്പം അഗ്രികൾച്ചറിനപ്പുറം വേറെ ജോബ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. സോ വൺ ഓഫ് ദ മേജർ തിങ് ദാറ്റ് IVC വാസ് ഇൻവോൾവ് ഇൻ വാസ് ബ്രോൺസ് കാസ്റ്റിംഗ്. ബ്രോൺസ് മെറ്റൽ കൊണ്ടുള്ള സ്കൾപ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ദാറ്റ് an example will be Dancing Girl of Mohenjo-daro. Okay, and then the technique ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, that is lost wax technique. ലോസ്റ്റ് വാക്സ് ടെക്നിക് ഉപയോഗിച്ചാണ് ഈ ബ്രോൺസ് കാസ്റ്റിംഗ് ചെയ്തിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്റ്റോൺ ആൻഡ് ടെറാക്കോട്ട ഫിഗറൻസ്. സ്റ്റോൺ ഫിഗേഴ്സിൻ്റെ എക്സാമ്പിളും ഇറ്റ് ഈസ് ബിയർഡഡ് പ്രീസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫ്രം Mohenjo-daro. Okay, another example for bronze casting is sculpture of a man made from red sandstone. And that is from Harappa. Now you can see, ഹരപ്പനിലാണ് റെഡ് സാൻഡ്സ്റ്റോൺ എവിഡൻസസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദർ ആർ ഓൾസോ എവിഡൻസസ് ഓഫ് ടെറാക്കോട്ട ഫിഗറൈൻസ്. ടെറാക്കോട്ട ഫിഗറൈൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മദർ ഗോഡസ് ഫിഗറൈൻസ് മോസ്റ്റ്ലി. അതുപോലെ തന്നെ ഒരുപാട് ടോയ്സും ടൂൾസും ഒക്കെ ഈ ഒരു ടെറാക്കോട്ടയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് മദർ ഗോഡസിൻ്റെ ഇമേജസ് എല്ലാ സൈറ്റ്സിൽ നിന്നും നമുക്ക് മദർ ഗോഡസിൻ്റെ ഇമേജസ് കിട്ടുന്നുണ്ട്. മേജർ സൈറ്റ് വിൽ ബി മോഹൻജോ-ദാരോ ആയിരിക്കും മേജർ സൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബീഡ് ആൻഡ് ഷെൽ മാനുഫാക്ചറിങ്. ഇവിടെ ബീഡ് മുത്തുകൾ കൊണ്ടുള്ള ഒരുപാട് ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ആൻഡ് മോസ്റ്റ്ലി ബീഡ് മാനുഫാക്ചർ ഈസ് ഇൻ ചാൻഹു-ദാരോ.
Chanhudara ഒരു ചെറിയ സൈറ്റാണ്. And here there you can see bead manufacturing. So we talked about Mohenjo-daro, and here you can see Chanhu-daro. Okay. Both are on the banks of Indus River. ഇവിടെ പോട്ടറിയിലേക്ക് വരുമ്പോൾ you can see red and black ware. വലിയ ഡിഫറൻസസ് നിങ്ങൾക്ക് ചാൽക്കോലിത്തിക്കിലും ഇൻഡസ് വാലിയിലും കാണാൻ പറ്റില്ല. പക്ഷേ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കും, അതിൽ ബ്ലാക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ IBC പീരീഡിൽ തന്നെ പ്ലെയിൻ പോട്ടറിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഈ സിവിലൈസേഷനിൽ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ യു ക്യാൻ സി ട്രേഡ് ഹാപ്പനിങ്. ഓക്കെ, അപ്പം കണ്ടംപററീസ് ആയിട്ടുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇവിടെ നിന്നുള്ള എവിഡൻസസിൽ വി ക്യാൻ സി സെർട്ടൈൻ പ്ലേസസ്. ഓക്കെ, ആൻഡ് ഈ പ്ലേസസിലോട്ട് മേജറായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ ട്രേഡ് നടത്തിയിരുന്നെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ആൻഡ് മേജറായിട്ട് ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാം. ദർ ഇസ് മഗൻ, ദിൽമൻ ആൻഡ് മെലൂഹ. സോ മെസപ്പൊട്ടോമിയൻ എവിഡൻസസിൽ ഈ മെലൂഹ എന്ന് പറയുന്നത് നമ്മുടെ IVC ആണെന്നാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കിയാലും ഡയറക്ഷൻസ് വെച്ച് നോക്കിയാലും മെലൂഹ വിൽ ബി IVC ആൻഡ് മഗൻ വിൽ ബി ഒമാൻ, ദിൽമൻ ബഹ്റിൻ. ഓക്കെ, ആൻഡ് ഈ പ്ലേസസിൽ നിന്നൊക്കെ നമ്മൾ ട്രേഡിൽ ഓരോ ഈ ട്രേഡിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നതായിട്ട് കാണാം. മേജർ എക്സ്പോർട്ട് ഐറ്റം വാസ് കോട്ടൺ, ആൻഡ് മേജർലി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റം അത് നമ്മൾ പറഞ്ഞു ഇത് ബ്രോൺസ് ഏജ് ആണെന്നല്ലേ. അപ്പോൾ കോപ്പർ പ്ലസ് ടിൻ ആണ് ബ്രോൺസ് ഏജിൽ ബ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ടിൻ വാസ് മേജർലി ഇമ്പോർട്ടഡ് ഫ്രം അഫ്ഗാനിസ്ഥാൻ, ഇറാൻ region. Okay, and copper was imported from Oman region. We also had major mines in Rajasthan, K3 mines, Junjunu mines ഒക്കെ നമ്മൾ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള മൈൻസ് ആണ്. So that is also there. With that we have also imported from Oman region. Okay, and precious stones, നമ്മൾ ബീഡ് മേക്കിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസ് വാസ് മേജർലി ഇമ്പോർട്ടഡ് ഫ്രം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഓൾസോ നമ്മുടെ ഗുജറാത്ത് റീജിയനിൽ നിന്നൊക്കെ നമ്മൾ പ്രഷ്യസ് സ്റ്റോൺസ് എടുത്തിരുന്നു. ഓക്കെ, സോ ദിസ് വാസ് ദ ട്രേഡ് റിലേഷൻസ് ഓഫ് IBC വിത്ത് the other civilizations. Okay, now we will deal with the weights and measures. അപ്പോൾ ട്രേഡ് നടക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള വെയ്റ്റ്സും മെഷേഴ്സും യൂസ് ചെയ്യണം അല്ലേ. സോ യു ക്യാൻ സീ സ്റ്റോൺ, ചേർട്ട് സ്റ്റോൺ വെച്ച് ക്യൂബിക്കൽ ആയിട്ടുള്ള മെഷേഴ്സ് IBC യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ക്യൂബിക്കൽ സ്ട്രക്ചറിലുള്ള ചേർട്ട് കൊണ്ട്, ചേർട്ട് എന്ന് പറയുന്നത് ഒരു സാൻഡ് സ്റ്റോൺ മെറ്റീരിയൽ തന്നെയാണ്. സോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഈ ഒരു ടൈമിൽ നമുക്ക് എവിഡൻസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ്ലി മൾട്ടിപ്പിൾസ് ഓഫ് 16 ആയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ യു ക്യാൻ സി 16, 64, 160 ഈ ബേസിസിലൊക്കെ മെഷേഴ്സ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ലാസ്റ്റ്ലി ദ ലാംഗ്വേജ് ഓഫ് IBC. ഇവിടെയാണ് ഞാൻ ആദ്യം ഇത് പറഞ്ഞു തുടങ്ങിയത്. എന്താണ് IBC, നിങ്ങൾ എങ്ങനെയാണ് കേട്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ട് കമൻസിൽ. TN ഗവൺമെൻറ്, അതെ, സ്റ്റാലിൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യുന്നവർക്ക് എത്രയാണ് 1 മില്യൺ ഗിഫ്റ്റായിട്ട് കിട്ടുന്നു. ദാറ്റ് മീൻസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ് ഇതുവരെ ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ലാംഗ്വേജ് ഈസ് majorly, the language of IBC majorly consists of 375 to 400 സയൻസ് ഈ ഒരു ലാംഗ്വേജിലുണ്ട്. ഈ സയൻസ് എല്ലാം പിക്ടോഗ്രാഫിക് ആണ്. അതായത് നമ്മളിവിടെ ഓരോ സിലബിൾസ് ആയിട്ട് ഇപ്പോൾ ABC ആൽഫബറ്റ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ. പക്ഷേ ഇവിടെ വരുമ്പം ഓരോ സൈനിൻ്റെയും മീനിങ് ഓരോന്നാണ്. ഓക്കെ, അപ്പോൾ സീൽസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സൈൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദിസ് ഈസ് റിട്ടൺ ഫ്രം
right to left. Okay, and this is also, it can also be Bostrofedon. Bostrofedon എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ഫസ്റ്റ് ലൈൻ എഴുതും, അതായത് ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ എഴുതും, ദെൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ Bostrofedon എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാംഗ്വേജ് ക്യാൻ ബി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഓർ Bostrofedon, and it consists of 375 to 400 symbols, and this is not yet deciphered. So that is why Indus Valley was in news. Okay, now the major sites of IVC. നമ്മൾ ചാൽക്കോലിത്തിക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ സൈറ്റ്സിൽ നിന്നും ഉള്ള എവിഡൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ക്യാൻ സി first major site is Mohenjo-daro, the largest site. This is in Pakistan. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എവിഡൻസസ് എന്തൊക്കെയാണ്? ഗ്രേറ്റ് ബാത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, സിറ്റഡൽ പറഞ്ഞപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്രേറ്റ് ബാത്ത് പറഞ്ഞു. അതുപോലെ തന്നെ യു ഹാവ് ഗ്രേറ്റ് ഗ്രാനറി ഹിയർ. ഓക്കെ, ഇത് രണ്ടുമാണ് മോഹൻജോദാരോയിലെ മേജർ structures. Also you have mother goddess images, dancing girl, the bronze statue, and also the stone structure of a priest, bearded priest. So these are the things that are evidences in that are the evidences from Mohenjo-daro. Okay, now we will see Harappa. Harappa is on the banks of river Ravi. Again, the site is in Pakistan. പാകിസ്ഥാനിലെ പഞ്ചാബ് പാർട്ടിലാണ് ഹാരപ്പ ഉള്ളത്. ഇവിടെ നമ്മൾ എവിഡൻസസ് ആയിട്ട് പറഞ്ഞത് റെഡ് സാൻഡ് സ്റ്റോൺ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. ഓൾസോ ഗ്രേനറി. ഹരപ്പയിലോട്ട് വരുമ്പോഴത്തേക്ക് ഗ്രേനറി രണ്ട് റോസിലായിട്ടാണ് വരുന്നത്. മോഹൻജോദാരോയിൽ ഗ്രേറ്റ് ഗ്രാനറി ആണ്, ഹാരപ്പയിൽ ഗ്രാനറി ഇൻ 2 rows. Okay, and you also have evidences of burials from Harappa, coffin burials. Okay, coffin burials ഹാരപ്പയിൽ നിന്ന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, രാഖിഗർഹി ഈസ് ഇൻ ഹരിയാന ആൻഡ് ദ ലാർജസ്റ്റ് സൈറ്റ് ഫ്രം പ്രസൻറ്റ് ഡേ ഇന്ത്യ. ഓക്കെ, ഇപ്പോഴത്തെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ലാർജസ്റ്റ് സൈറ്റാണ് രാഖിഗർഹി. ഓക്കെ, ബനാവലി ഈസ് ഓൾസോ ഇൻ ഇന്ത്യ, ഹരിയാന. In Banavali, you have evidences of plough, terracotta plough, plough made of terracotta. Okay. Kalibangan, again Rajasthanilana, black bangles എന്നാണ് കാളിബംഗൻ്റെ meaning, and here you have evidences of ploughed fields and also fire altars. ദീപശിഖയൊക്കെ പോലെ വലിയ സ്ട്രക്ചേഴ്സ് ആണ് ഫയർ അൾത്താസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു ചിലപ്പോൾ റിലീജിയസ് നീഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരിക്കും ഈ ഫയർ അൾത്താസ്. മോഹൻജോദാരോയിലെ ഗ്രേറ്റ് ബാത്തിനും ഇതുപോലൊരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. ഓക്കെ, and Lothal. Lothal is in Gujarat region. Coastal area ആയതുകൊണ്ട് തന്നെ you can see, I will show you here. This is Lothal
ഇവിടെ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ it is an example for shell manufacturing, and you can see a dockyard here and also fire altar. This dockyard is also the evidence for trade with other civilizations. Okay. Another site is Dholavira. Dholavira is also in the Gujarat region. Ran of Kutch regionിലാണ് നമുക്ക് ധോലാവിര കാണാൻ പറ്റുന്നത്. ആൻഡ് ധോലാവിര നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ചാൻഹുദാരോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡസിൻ്റെ ബാങ്ക്സിൽ തന്നെ ബീഡ് മേക്കിങ്ങിന് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സൈറ്റാണ് ചാൻഹുദാരോ. Okay, so this is the timeline. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പറഞ്ഞത് 2600 to 1900 BC ആണ്. നിയോലിത്തിക്കിന് പാരലായിട്ട് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷനായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇൻഡസ് വാലി റീജിയൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഡസ് വാലി. ആൻഡ് ഫ്രം ഹിയർ we will go on to the next stage. Before that, we will take a 5-minute break. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. We will solve. I will explain it after the break. Okay.
Okay, welcome back. Sorry, there was a technical issue. So, we Indus Valley civilization complete cheyumba namukku 2013 la PYQ nokam. I'll give you 10 seconds ningal idu answer cheya and we will also discuss the related facts. Okay, so here നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് 2 only ആണ്. Why? Because ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ് വാലി Sorry, there was a technical issue. Okay, ഇവിടെ ആൻസേഴ്സ് നിങ്ങളെല്ലാവരും ബി തന്നെയാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് 2 only. ഇവിടെ they possessed great palaces and temples എന്ന് പറയുന്നുണ്ട് അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ. We don't have evidences of a great palace or temples in the Indus Valley civilization. നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഗ്രേറ്റ് ബാത്ത് ഗ്രേനറി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് 2 ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്യാം. ഫ്രം ദെയർ നെക്സ്റ്റ് ഇസ് ദേ വേർഷിപ്ഡ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൈറ്റീസ്. നമ്മൾ മദർ ഗോഡസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ബിയേർഡഡ് പ്രീസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ദിസ് ബിക്കംസ് റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ദേ എംപ്ലോയിഡ് ഹോഴ്സ് ഡ്രോൺ chariots എന്ന് പറയുന്നുണ്ട്. സോ IVC വാസ് നോട്ട് പെർട്ടിക്കുലർലി എ ഹോഴ്സ് ബേസ്ഡ് civilization. Horse was not much known to the അല്ലെങ്കിൽ not known to the IVC people. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആനിമൽസ് മേജർലി? That was cattle and tiger, rhino, deer,
സോ കൗ, ബഫല്ലോ, ടൈഗർ, റൈനോ, ഡിയർ, ഈ ആനിമൽസിനെ എല്ലാം IBC ആളുകൾക്ക് ഫെമിലിയർ ആയിരുന്നു. വൈ ഐ ആം പെർട്ടിക്കുലർലി സേയിങ് ടൈഗർ, റൈനോ, ഡിയർ എന്നൊക്കെ? ബിക്കോസ് in the seals of IBC, in some seals of IBC, you can see this animals. Okay, and majorly there is a seal named Pashupati seal. Pashupati seal ennu parayumbo, a man is sitting in a yogic posture and ആ ആളുടെ ചുറ്റുമായിട്ട് you can see these animals like tiger, buffalo, deer ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫസ്റ്റും തേർഡും സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദ ആൻസർ വിൽ ബി ബി. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് IBC. അപ്പോൾ IBC എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മേജറായിട്ടുള്ള റീസൺസ് നമുക്ക് കിട്ടിയിട്ടില്ല. മോസ്റ്റ്ലി നാച്ചുറൽ കലാമിറ്റി ആയിരിക്കാം. ആൻഡ് ഫ്രം ദെയർ വി ആർ സീയിങ് അനദർ ഏജ്, ദാറ്റ് ഈസ് വേദിക് ഏജ്. ഓക്കെ, സോ വേദിക് ഏജിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള PYQs ഇതൊക്കെയാണ്. ദ റിലീജിയൻ ഓഫ് ഏർലി വേദിക് ആര്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആര്യൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വി വിൽ കം ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് വി വിൽ see the facts about the Vedic period. Okay, so Vedic period start ചെയ്യുന്നത് തന്നെ ആര്യൻസിൻ്റെ അറൈവൽ കൊണ്ടാണ്. സോ ദ കോൺസെപ്റ്റ് ഓഫ് ആര്യൻസ്. ആര്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സോ ദേ ആർ പീപ്പിൾ ഫ്രം ദ സെൻട്രൽ ഏഷ്യൻ റീജിയൻ. നൊമാഡിക് ആണ്. ആൻഡ് ഓൾസോ ദേ വേർ എ സ്പീച്ച് ഗ്രൂപ്പ്. അപ്പം ഒരു സ്പീച്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ആര്യൻസ് ആയിട്ട് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവർ പല വേവ്സ് ആയിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരികയും ഇവിടെ സെറ്റിൽ ആകുകയും ചെയ്തു. ഓക്കെ, ആൻഡ് ഫ്രം ദെയർ ദേ ഹാവ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് ദിസ് ഏജ്. ഓക്കെ, അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഓറലി പാസ് ഓൺ ചെയ്ത കാര്യങ്ങൾ പിന്നീടുള്ള ഏജസിലാണ് കമ്പൈൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രം ദെയർ വി ഹാവ് മേജർ വേദാസ് എമേർജിങ്. ആൻഡ് ദാറ്റ് ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാം 4 വേദാസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ദ ഓൾഡസ്റ്റ് വൺ ഈസ് ഋഗ്വേദ, ദെൻ യു ഹാവ് യജൂർ, സാമവേദ ആൻഡ് അഥർവ വേദ. ഇവിടെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഋഗ്വേദ ആയതുകൊണ്ട് തന്നെ ആര്യൻസ് വന്ന ആ ഫസ്റ്റ് പീരീഡിനെ നമ്മൾ ഋഗ്വേദിക് പീരീഡ് എന്നാണ് പറയുന്നത്. ബാക്കി 3 വേദാസും ലേറ്റർ പീരീഡിലാണ് എഴുതപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വേദിക് ഏജിൽ നമ്മൾ ഫസ്റ്റ് ഋഗ്വേദിക് പീരീഡാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം 1500 to 1000 BC. ആൻഡ് ഋഗ്വേദ എന്ന് പറയുമ്പോൾ അതിൽ 1028 ഹിംസ് ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇൻ 10 ബുക്സ് ഓർ മണ്ഡലാസ്. ഇതിൽ ആ ഒരു ഏർലി വേദിക് പീരീഡ് അല്ലെങ്കിൽ ഋഗ്വേദിക് പീരീഡിൽ ഇസ് ഓൾസോ നോൺ ആസ് ഏർലി വേദിക് പീരീഡ്. ഈ ഏർലി വേദിക് പീരീഡിൽ മേജർലി ബുക്ക് 2 to 8 ആണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ലേറ്റർ വേദിക് പീരീഡിലാണ് 1/10 മണ്ഡലയൊക്കെ എഴുതപ്പെടുന്നത്. ഇത് ലേറ്റർ വേദിക് പീരീഡിലാണ്. ഓക്കെ, സോ ഋഗ്വേദത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് 1500 to 1000 BCയിൽ വി ക്യാൻ സീ സർട്ടൻ ഇവൻറ്റ്സ് അല്ലെങ്കിൽ റെഫറൻസസ് ഇൻ ദ ഋഗ്വേദ. ദാറ്റ് ഈസ് വൺ ഇസ് ബാറ്റിൽ ഓഫ് ദസരഞ്ച്. ഓക്കെ, ആൻഡ് ഈ ബാറ്റിൽ ഓഫ് ദസരഞ്ച് എവിടെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ ലാൻഡ് ഓഫ് 7 rivers. സോ ഋഗ്വേദിക് പീരീഡിൽ ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന പ്ലേസ്, ജോഗ്രഫിക്കൽ പ്ലേസ് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് 7 റിവേഴ്സിലാണ്. ദാറ്റ് ഈസ് ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്ലസ് സരസ്വതി. ഓക്കെ, അതാണ് ഈ 7 റിവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ക്യാൻ സീ എ ബാറ്റിൽ ഓഫ് ദസരഞ്ച ദാറ്റ് ഈസ് വിത്ത് സുദാസ് ഹു ഇസ് ആൻ ആര്യൻ വിത്ത് 10 other tribes. ഈ 10 ട്രൈബ്സ് എന്ന് പറയുന്നതിൽ യു ഹാവ് ആര്യൻസ് ആൻഡ് നോൺ ആര്യൻസ്. ഓക്കെ, അപ്പോൾ ഈ സ്പീച്ച് ഗ്രൂപ്പിൽ
പല സ്പീച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു. സുദാസ് വാസ് ഫ്രം വൺ സച്ച് ഗ്രൂപ്പ് ആൻഡ് ദാറ്റ് ഗ്രൂപ്പ്സ് നെയിം വാസ് ഭാരത. ഭാരത ട്രൈബിൻ്റെ ചീഫാണ് സുദാസ്. സുദാസ് ഈസ് ഹാവിങ് ദിസ് ബാറ്റിൽ വിത്ത് 10 other tribes and സുദാസ് വിൻസ് അറ്റ് ദ എൻഡ്. ആൻഡ് ദാറ്റ് ആ സുദാസ് വിൻ ചെയ്ത ലാൻഡിനെയാണ് ഭരത അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഭരത ട്രൈബ് വിജയിച്ച സ്ഥലത്തിനെയാണ് ഭാരത എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഭരത എന്നുള്ള പേരിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും ഈ ഒരു ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ പറ്റും ഫ്രം ബാറ്റിൽ ഓഫ് ദസ്രാഞ്ച. ഋഗ്വേദിക് പീപ്പിൾ മോസ്റ്റ്ലി നമ്മൾ ഒക്യുപ്പേഷനിൽ വരുന്നത് കാറ്റിൽ ഹേർഡിംഗ് ആണ്. കാറ്റിൽ ഹേർഡേഴ്സ് ആണ്. നമ്മൾ നൊമാഡിക് ട്രൈബ്സ് ആണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ ദി കെയിം ഓൺ ഹോഴ്സസ്. ഓക്കെ, അപ്പം ഋഗ്വേദിക് പീരീഡിലാണ് ഹോഴ്സസ് ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇവർ ഒരു ട്രൈബൽ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ദർ വിൽ ബി എ ചീഫ് ആൻഡ് ഓൾസോ അസംബ്ലീസ് ദാറ്റ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ്. അപ്പം ഈ ചീഫ് എന്ന് പറയുന്നതായിരിക്കും ആര്? രാജ അല്ലെങ്കിൽ ഗോപ എന്ന് പറയുന്നത്. പ്രൊട്ടക്ടർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് കാറ്റിൽ എന്ന് പറയുന്നതാണ് ഗോപ അല്ലെങ്കിൽ ചീഫ് ഓഫ് ദ ട്രൈബ്. ഓക്കെ, ഹി ഈസ് റെഫേർഡ് ടു ആസ് ഗോപ അല്ലെങ്കിൽ രാജ. ആൻഡ് ദർ ആർ അസംബ്ലീസ്, ദാറ്റ് ഇസ് സഭ, സമിതി ആൻഡ് വിദാത. 3 അസംബ്ലീസ് ആണ് മേജർലി ഉള്ളത്. യു ഓൾസോ ഹാവ് എ 4th one, ദാറ്റ് ഇസ് ഗണ. ഗണ ഈസ് എ മിലിറ്ററി ക്യാരക്ടർ. ഓക്കെ, സഭാ, സമിതി, വിദാതയൊക്കെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിരിക്കും സഭാ, സമിതി, വിദാതയിൽ നടക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻ സഭ ആൻഡ് സമിതി യു ക്യാൻ ഓൾസോ സീ പ്രസൻസ് ഓഫ് വിമൻ. ഓക്കെ, അപ്പോൾ ഋഗ്വേദിക് പീരീഡിൽ മേജർ ഡിസിഷൻസ് എടുക്കുന്ന അസംബ്ലീസിൽ യു ക്യാൻ സീ വിമൻ. ആൻഡ് സൊസൈറ്റിയെ മേജർലി 4ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ സ്മോളസ്റ്റ് one being family അല്ലെങ്കിൽ kula, which is headed by a kulapa. Okay, the next will be grama, headed by a gramini. And the third one, the clan അല്ലെങ്കിൽ community എന്ന് പറയുന്നത് വിസ്സാണ്, and it is headed by a vispadi. And the last one is people അല്ലെങ്കിൽ jana. Jana is headed by a gopa അല്ലെങ്കിൽ raja. Okay, അപ്പോൾ മേജർ ഓക്യുപ്പേഷൻ കാറ്റിൽ ഹേർഡിംഗ് ആയതുകൊണ്ട് തന്നെ cattle was in the center of everything. That is why the chief is called as a Gopa, also protector of cattle. Okay, from here we can also see Rigvedic people are said to be അല്ലെങ്കിൽ known to be the worshippers of Indra. മേജർ ഗോഡ് ആയിട്ട് അവർ കണ്ടിരുന്നത് ഇന്ദ്രനെയാണ്. ആൻഡ് ഓൾസോ he is also called പുരന്ദർ. പുരന്ദർ എന്താ പറയുന്നത്? ബ്രേക്കർ ഓഫ് ഫോർട്സ്, അതാണ് പുരന്ദർ. ഓക്കെ, സോറി. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് കാറ്റിൽ പറഞ്ഞിരുന്നു, എക്കണോമിക് കണ്ടീഷൻ പറഞ്ഞപ്പോൾ. അതിൽ തന്നെ വി ക്യാൻ സീ എന്തുകൊണ്ടാണ് കാറ്റിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടേംസ് നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ടേംസ് ഈ കൗവായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഗവിഷ്ടി എന്ന് പറയുമ്പോൾ വാർ ഫോർ കൗസ് അല്ലെങ്കിൽ സെർച്ച് ഫോർ കൗസ് ആണ് ഗവിഷ്ടി എന്നുള്ള വാക്കിൻ്റെ മീനിങ്. ഗവേഷണ ഈസ് ഓൾസോ സെർച്ച് ഫോർ കൗസ്. ഗവ്യത്ത് എന്ന് പറയുമ്പോൾ വിഷിംഗ് ഫോർ കൗസ് ആണ്. From there you have Gotuli, that is measurement of time, and Gavyuti is distance. This is time, measurement of time. This is measurement of distance. Okay, so these are the basic things about Rigvedic period. Next we will see, after that we are going to the later Vedic period, that is from 1000 BC to 600 BC. നമ്മൾ നേരത്തെ പറഞ്ഞു ഋഗ്വേദിക് പീരീഡിൽ കാറ്റിൽ ഹേർഡിംഗ് ആണ് ഒക്യുപ്പേഷൻ ആയിട്ടുള്ളത്. പീപ്പിൾ വെയർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻറ്റിറ്റി ഇൻ ദാറ്റ് പീരീഡ്. ഓക്കെ, അപ്പം
ഈ ഒരു ബാറ്റിലിൽ കാറ്റിലിനെ അക്വയർ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? പീപ്പിളിന് വേണ്ടിയിട്ടാണ് അല്ലേ? So people was the most important entity in the Rigvedic period. From there we will see later Vedic period ആവുമ്പോഴത്തേക്കും the concept of Rashtra emerges. Rashtra എന്ന് പറയുന്നത് ലാൻഡ് ആണ്. That is focus have changed from Jana to Janapada. Janapada എന്ന് പറയുമ്പോൾ എന്താണ്? Where people set foot on, അതായത് land. Okay, and two major important thing in the later Vedic period was the introduction of iron, and നമ്മൾ നേരത്തെ പറഞ്ഞു 10th mandala അല്ലെങ്കിൽ 10th book of Rigveda പറഞ്ഞു അല്ലേ? And in this 10th mandala you will see Purusha Sukta theory. ഈ Purusha Sukta theory എന്താണ് പറയുന്നത്? It is talking about the 4 varnas. ഇവിടെ നിന്നാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള 4 varnas എമർജ് ചെയ്യുന്നത്. ഓക്കെ, and you will see Kshatriyas and Brahmanas becoming important in the later Vedic period. Sabha Samadhi ഒക്കെ നേരത്തെ ഉണ്ടായ ഇമ്പോർട്ടൻസ് മാറുന്നതായിട്ട് കാണാം. ആൻഡ് ഓൾസോ റിച്വൽസ് ലൈക്ക് രാജസൂയ, അശ്വമേധ ഇതുപോലുള്ള റിച്വൽസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് കാണാം. ഓൾസോ വാച്ച് ചെയ്യാം. ഓക്കെ, രാജസൂയ എന്ന് പറയുമ്പോൾ പട്ടാഭിഷേകം, ആൻഡ് അശ്വമേധ നിങ്ങൾക്കറിയാം ഒരു ഹോഴ്സിനെ വിട്ട് എംപയർ ഫുള്ള് ക്ലെയിം ചെയ്യുന്നതിനാണ് അശ്വമേധ എന്ന് പറയുന്നത്. വാജ്പേയ എന്ന് പറയുമ്പോൾ ഒരു ചാരിയറ്റ് റേസ് ആണ് വാജ്പേയ എന്ന് പറയുന്നത്. ഓക്കെ, so we talked about the varna system, and also with that ashrama system also developed, that is brahmacharya, grihastha and vanaprastha. And സന്യാസ കുറച്ചുകൂടെ ലേറ്റർ പീരീഡിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിൽ നമുക്ക് ഈ 3 ആശ്രമങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബ്രഹ്മചര്യ, ഗൃഹസ്ഥ ആൻഡ് വാനപ്രസ്ഥ. റിലീജിയനിലോട്ട് വരുമ്പോൾ നേരത്തെ നേച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗോഡ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ക്രിയേറ്റർ ആയിട്ടുള്ള ഗോഡ്സിനെ വർഷിപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് പ്രജാപതി ആൻഡ് രുദ്ര. രുദ്ര മേജർലി ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ ഗോഡ്സാണ്. ഓക്കെ, റിച്വൽസും സാക്രിഫൈസസും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് കാണാം. നേരത്തെ റിച്വൽസ് നടത്തിയിരുന്നത് നല്ല കൗസിനെ കിട്ടാനും സണ്ണിനെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് നീഡ്സിലോട്ട് ലേറ്റർ വേദിക് പീരീഡിൽ പോകുന്നതായിട്ട് കാണാം. ആൻഡ് ഓൾസോ ഇത് ഈ ഓരോ റിച്വൽസും വളരെ കോംപ്ലക്സ് ആവുന്നതായിട്ടും കാണാം. ദാറ്റ് ഈസ് ഈ ബ്രാഹ്മണാസ് മാത്രമാണ് ഈ ഒരു റിച്വൽസ് ചെയ്യാനും പ്രേയേഴ്സ് റിസൈറ്റ് ചെയ്യാനും എലിജിബിളായിട്ട് മാറുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈ ഒരു റിച്വൽസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. ആൻഡ് ഓൾസോ എക്കണോമിക് കണ്ടീഷൻ നോക്കുമ്പോൾ വീറ്റ്, ബാർലി, റൈസ് എന്നിങ്ങനെയുള്ള ക്രോപ്സ് ലേറ്റർ വേദിക് പീരീഡിൽ ഡെവലപ്പ് ആവുന്നതായിട്ട് കാണാം. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് അയൺ അല്ലേ? അയൺ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൽഡ് അയൺ സ്മിത്സും സ്മെൽറ്റേഴ്സും ഒക്കെ പുതിയ ജോബായിട്ട് എമർജ് ചെയ്യുന്നതായിട്ട് കാണാം. ഇൻ ദിസ് പീരീഡ് അയൺ വാസ് നോൺ ആസ് കൃഷ്ണ ആയാസ് ഓർ ആയാസ്. കൃഷ്ണ ആയാസ്, ശ്യാമ ഇതൊക്കെയാണ് അയണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വാക്കുകൾ. ഓക്കെ, so that is Indus Valley, Rigvedic, that is from 1500 to 1000 BC, and later Vedic 1000 to 600 BC. 600 BC ആകുമ്പോഴത്തേക്കും iron, with the help of iron and with the help of the manpower, people are expanding to the ഈസ്റ്റേൺ ഗംഗ പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് 600 BC-യിൽ ആളുകൾ ഈസ്റ്റിലേക്ക് സെറ്റിൽ ചെയ്യുന്നതായിട്ട് കാണാം. ഏകദേശം 16 മഹാജനപദാസ് ആയിട്ടാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. നമ്മൾ ജനപദ എന്ന് പറയുന്നത് ലാൻഡാന്ന് പറഞ്ഞു. അതിൽ 16 വളരെ പ്രോമിനൻ്റ് ആവുകയും അതിൽ നിന്നും മഗധ, കോശല, വത്സ, അവന്തി മോർ പ്രോമിനൻ്റ് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഏകദേശം കംബോജ തുടങ്ങി വെസ്റ്റേൺ പാർട്ടിൽ കംബോജ തുടങ്ങി ഈസ്റ്റിൽ അങ്ക വരെ ആണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് സൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് അസ്മാക്ക എന്ന് പറയുന്ന ഒരു മഹാജനപദയാണ് സദേൺ പാർട്ടിൽ ഉണ്ടായിരുന്നത്. സോ ബൈ 600 BCE യു ക്യാൻ സി മഹാജനപദാസ് എമർജ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡൈനാസ്റ്റീസിലോട്ട് കടക്കുന്നത്. സോ ഏർലി ഡൈനാസ്റ്റീസ് നമുക്ക്
സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 6th century BCE തൊട്ടാണ്. ആൻഡ് മഗധ ബിക്കംസ് മോർ പ്രോമിനൻറ്റ് ആൻഡ് മഗധൻ റീജിയനിൽ ഓരോ ഡൈനാസ്റ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ബൈ 544 യു ക്യാൻ സീ ഹര്യങ്ക ഡൈനാസ്റ്റി ഗെറ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബിംബിസാര. സോ ഹര്യങ്ക ഡൈനാസ്റ്റി അല്ലെങ്കിൽ മഗധ ഡൈനാസ്റ്റി എന്ന് പറയും ബിക്കോസ് ഓഫ് ദ റീജിയൻ. ആ ഒരു റീജിയനിൽ ബിംബിസാര ഹര്യങ്ക ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ദ ക്യാപിറ്റൽ ഈസ് അറ്റ് രാജ്ഗീർ അല്ലെങ്കിൽ ഗിരിബ്രജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ദിസ് ഈസ് ഇൻ പ്രസൻറ്റ് ഡേ ബീഹാർ. ഓക്കെ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ലേറ്റർ വേദിക് പീരീഡ് നമ്മൾ പറഞ്ഞു റിലീജിയൻ കോംപ്ലക്സ് ആവുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ തന്നെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ് യു ക്യാൻ സീ ഉപനിഷത്സ് ഗെറ്റിംഗ് റിട്ടൺ. ആൻഡ് ഈ ഉപനിഷത്സിൻ്റെ ഇൻഫ്ലുവൻസോടെ കൂടെയാണ് പുതിയ റിലീജിയൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം റിലീജിയൻ കൂടുതലും ആളുകളുടെ അടുത്ത് നിൽക്കുന്ന കാര്യമായിരിക്കണം. എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം റിലീജിയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാനായിട്ട് പുതിയ റിലീജിയൻസ് ശ്രമിച്ചു. സോ ബൈ 600 BCE ഈ മഹാജനപദാസ് വരുന്ന ടൈമിൽ തന്നെ യു ക്യാൻ സീ ന്യൂ റിലീജിയൻസ് സച്ച് ആസ് ബുദ്ധിസം, ജൈനിസം ആൻഡ് ഓൾ എമർജിങ്. ഓക്കെ. സോ ഈ പറഞ്ഞ പല മഹാജനപദാസും ബുദ്ധിസത്തിനും ജൈനിസത്തിനും വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഹിയർ യു ക്യാൻ സീ ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ സെക്കൻഡ് റൂളറായിട്ടുള്ള അജതശത്രു സൂൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗൗതമ ബുദ്ധ ഹീ ഈസ് സ്റ്റാർട്ടിങ് എ കൗൺസിൽ, ഒരു ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നതായിട്ട് കാണാം. സോ ദാറ്റ് ഈസ് ഇൻ 483 BC രാജ്ഗീറിൽ തന്നെയാണ് നടത്തുന്നത്. ആൻഡ് പ്ലേസ് ഈസ് സത്തപാണി കേവ്സ്. അപ്പോൾ ബീഹാറിൽ സത്തപാണി കേവ്സിൽ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത് അജതശത്രു, ദ സെക്കൻഡ് കിങ് ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റിയാണ്. ആൻഡ് ഓൾസോ ഹീ ഈസ് ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ ടു പട്ടലിപുത്ര, പ്രസൻറ്റ് ഡേ പാട്ന. അപ്പോൾ സട്ടപ്പാണി കേവ്സിലാണ് ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത്. ആൻഡ് ദ തേർഡ് കിങ് ഇൻ ഹര്യങ്ക ഡൈനാസ്റ്റി ഈസ് ഉദയൻ. ആൻഡ് വിത്ത് ദാറ്റ് വി ക്യാൻ സീ ദ നെക്സ്റ്റ് ഡൈനാസ്റ്റി ഫ്രം 413 you can see the Shunga dynasty getting established in the same region. അതായത് ഈ മഗധൻ റീജിയനിൽ തന്നെ ശിശുനാഗ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് 413 ആകുമ്പോഴത്തേനും മഗധൻ ഡൈനാസ്റ്റി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും പുതിയ ഡൈനാസ്റ്റി അവിടെ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ദ ഫൗണ്ടർ ഈസ് ശിശുനാഗ ആൻഡ് ക്യാപിറ്റൽ ഈസ് അറ്റ് വൈശാലി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്ഗൃഹ ഇവിടെയാണ്, പട്ടലിപുത്ര കുറച്ചുകൂടെ നോർത്തിലോട്ടാണ്, ആൻഡ് വൈശാലി ഈസ് നോർത്തേൺ മോസ്റ്റ് പാർട്ട്. ഓക്കെ. സോ വൈ പട്ടലിപുത്രയിലോട്ട് അജതശത്രു മാറ്റുന്നത് തന്നെ ഫോർ ദ ബെറ്റർ ആക്സസ് ഓഫ് റിവർ. അതായത് സോൺ റിവർ, ഇവിടെ യു ഹാവ് ഗംഗ റിവർ, ഗംഗ റിവറിൻ്റെ അടുത്തോട്ട് സോൺ റിവർ വന്ന് ചേരുന്നിടത്താണ് ഈ പട്ടലിപുത്ര. അതിൻ്റെ നോർത്തിലോട്ടാണ് യു ക്യാൻ സി വൈശാലി. സോ Shishanaga is changing the capital again to Vaishali, and another king is Ashok, and he is important because he is conducting the second Buddhist council. Okay. So നിങ്ങൾ റിലീജിയൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, ഓരോ കൗൺസിൽസും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും. ഓക്കെ. ആൻഡ് ദ തേർഡ് ഡൈനാസ്റ്റി ഈസ് നന്ദ ഡൈനാസ്റ്റി ഇൻ ദ സെയിം റീജിയൻ. അതായത് മഗധയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യാപിറ്റൽ പാട്ടലിപുത്ര വെച്ചുകൊണ്ട് ഓരോരുത്തരും എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ. ശിശുനാഗ എക്സ്പാൻഡഡ് ആൻഡ് അക്വയർഡ് ദ അവന്തി മഹാജനപദ. അവിടെ നിന്ന് നന്ദയാവുമ്പോഴത്തേക്കും യു ക്യാൻ സി ദ ഒറീസ, കലിംഗ റീജിയൻ അല്ലെങ്കിൽ ഒറീസ റീജിയനിലോട്ടും എക്സ്പാൻഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാം. ഓക്കെ. അപ്പം നന്ദ ഡൈനാസ്റ്റിയിൽ ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഈസ് മഹാപത്മനന്ദ ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ഏഗ്രത ഓർ ഉഗ്രസേന. ഏഗ്രത എന്ന് പറയുന്നത് ഹു ഹാസ് ടേക്കൺ വൺ പ്രോമിസ് ആൻഡ് ദാറ്റ് പ്രോമിസ് ഈസ് ടു ഡിസ്ട്രോയ് ഓൾ ക്ഷത്രിയാസ്.
Why? Because he is considered to be from a lower caste. Okay, Shudra origin ആണ് മഹാപത്മനന്ദ അല്ലെങ്കിൽ നന്ദ ഡൈനാസ്റ്റിക്ക് പറയുന്നത്. So he is also called as Ekrata and Ugrasena. Also he is mentioned in Hathigumba inscription in the Kalinga region. Okay, ഈ നന്ദയുടെ ഇൻവേഷനെ കുറിച്ച് ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻസിൽ പറയപ്പെടുന്നുണ്ട്. ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ ഈസ് ഫ്രം ദ കലിംഗ റീജിയൻ, ദാറ്റ് ഈസ് ഒറീസ. And the second major king is Dhananand. And it is during the Dhananand's rule that we can see the invasion of Alexander to the Indian subcontinent. അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ അലക്സാണ്ടറിൻ്റെ ഇൻവേഷൻ നടക്കുന്നത് നന്ദ ഡൈനാസ്റ്റിയുടെ റൂളിൻ്റെ സമയത്താണ്. ഓക്കെ, സോ 326 BC Alexander is having a battle with an Indian king. That battle is known as Battle of Hydaspes. Okay, Battle of Hydaspes. So Alexander നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നിന്ന് വരുമ്പം ആദ്യം തക്ഷില റീജിയനിലുള്ള അംബി എന്ന് പറയുന്ന കിങ്ങിനെയാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. ആൻഡ് അംബി സറണ്ടേഴ്സ് ടു അലക്സാണ്ടർ. രണ്ടാമത് ഹി ഈസ് സീയിങ് അനദർ കിങ്, ദാറ്റ് ഈസ് വെൻ ഹി ക്രോസ് ജലം ഹി സീസ് പോറസ്. ആൻഡ് പോറസ് ഗീവ്സ് എ ഗുഡ് ഫൈറ്റ് ടു അലക്സാണ്ടർ. ഓക്കെ, ഒരു നല്ല ബാറ്റിലാണ് അലക്സാണ്ടറുമായിട്ട് പോറസ് നടത്തുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് പോറസ് ഈസ് ഡിഫീറ്റഡ് ബൈ അലക്സാണ്ടർ ആൻഡ് ദിസ് ബാറ്റിൽ ഈസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്. വൈ? ബിക്കോസ് ജലത്തിനെയാണ് ഹൈഡാസ്പസ് എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ആസ് പോറസിൻ്റെ കറേജ് കണ്ടിട്ട് ഈ ഒരു റീജിയൻ തിരിച്ച് പോറസിനെ തന്നെ ഏൽപ്പിച്ചാണ് അലക്സാണ്ടർ മടങ്ങുന്നത്. ആൻഡ് ഓൾസോ ധനാനന്ദിൻ്റെ ഗ്രേറ്റ്നെസ് കാരണം ഹി ഈസ് നോട്ട് ആക്ച്വലി ക്രോസിങ് ബിയാസ് ആൻഡ് കമ്മിങ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ബിയാസ് റിവർ വരെയാണ് അലക്സാണ്ടർ വരുന്നത്. ആൻഡ് ധനാനന്ദ് ഹാസ് എ പവർഫുൾ ആർമി. ബിക്കോസ് ഓഫ് ദാറ്റ് ഹി ഈസ് going back. His soldiers were also not prepared or not ready to fight Dhananand. അങ്ങനെയാണ് അലക്സാണ്ടർ ഇവിടെ നിന്ന് പോകുന്നത്. സോ 326 BC നന്ദ ഡൈനാസ്റ്റിയുടെ ടൈമിലാണ് അലക്സാണ്ടർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് ഇൻവേഷൻ നടത്തുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടൈം ലൈൻ ദാറ്റ് വി വർ ഡിസ്കസിങ്. 600 BCE to 321 BC. Okay, that consists of Haryanka dynasty, Bimbisara, Ajatasattu and Udayan, and also Shishunaka dynasty and Nanda dynasty. Okay, so we'll ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്തേ, ഒരു 20 seconds തരാം. We'll do the 2 PYQs from the Vedic age. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഏർലി വേദിക് ആര്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സി ആണ് റൈറ്റ് ആൻസർ. ഏർലി വേദിക് ആര്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഏർലി വേദിക് ആര്യൻസ് വർഷിപ്പ് ചെയ്തിരുന്ന ഗോഡ്സ് ഇന്ദ്ര, അഗ്നിയൊക്കെയാണ്. സോ നേച്ചർ ബേസ്ഡ് ഗോഡ്സും ആൻഡ് ഓൾസോ യജ്ഞാസ്, സ്മോൾ യജ്ഞാസും ആണ് വേദിക് പീപ്പിൾ ഫോളോ ചെയ്തിരുന്നത്. നൗ 2017 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യൂ. വേർ ഋഗ്വേദയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചേക്കുന്നത്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്.
Okay, again answer C ആണ്. That is, ഇവിടെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിലും യു ക്യാൻ സി ഇവിടെ നമ്മൾ നേരത്തെ ഹോഴ്സ് റിലേറ്റഡ് അല്ലാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഹോഴ്സ് റിലേറ്റഡ് അല്ല IVC എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ ഹിയർ you can see Aryans knew gold, silver and copper, whereas Indus Valley people knew only copper and iron. Iron നമ്മൾ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത് ലേറ്റർ വേദിക് പീരിയഡിൻ്റെയാണ്. ഓക്കെ, സോ the answer will be 1 and 3. Now from there we have covered till 321. From here we are going to one of the major dynasties known for their administration, that is Mauryan dynasty. Okay, so ഇവിടെ 321 BC ആകുമ്പോഴത്തേനും ധനാനന്ദ് is having conflicts with some other people. ആ സമയത്ത് you have heard about Kautilya. Kautilya is helping Chandragupta Maurya to acquire the throne. So with Kautilya's help, 321 BC, Chandragupta Maurya Mauryan dynasty establish ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മേജർലി സൈറ്റ് നെയിംസ് ആണ് ആൻഡ് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് കിങ്സ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഹാരപ്പൻ സൈറ്റ്. ഹാരപ്പൻ സൈറ്റ് നമ്മളിപ്പോൾ കുറച്ച് പറഞ്ഞിരുന്നു. സോ ഇവിടെ നിന്ന് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്. 2019 മൗര്യൻ സൈറ്റ്സ് കുറച്ച് കൂടുതൽ ചോദിച്ചിരുന്നു. സോ ദിസ് ഇസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്. നമ്മൾ നേരത്തെ മാപ്പിൽ ചാൻഹുദാരവും കോഡ്ജിയും ദേസാൽപൂറും കണ്ടിരുന്നു. സോ സോഹഗൗര ഈസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്, ഇറ്റ് ഈസ് എ മൗര്യൻ സൈറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് മൗര്യൻ സൈറ്റ് ആവുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഇവിടെ ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് that can be dated to the Chandragupta Maurya's reign. Chandragupta Maurya. Okay, so this is in UP. ഉത്തർപ്രദേശിലാണ് സോഹഗൗര. അവിടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. And another trend in UPSC is to ask about edicts of Ashoka. Okay, ഇപ്പോൾ 2019 വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അശോകൻ്റെ എഡിക്ട്സിനെ കുറിച്ച്. വിൽ കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് വിൽ ജസ്റ്റ് സീ ദ ഫാക്ട്സ് അബൌട്ട് മൗര്യൻ ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ 324 to 185 എന്നാണ് പറയുന്നത്. അതായത് ബൈ 321 itself ചന്ദ്രഗുപ്ത മൗര്യ ഈസ് അക്വയറിങ് ദ ത്രോൺ. അതിൻ്റെ മെക്കനൈസേഷൻസ് ഏകദേശം 324 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹി ഈസ് ചന്ദ്രഗുപ്ത മൗര്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗട്ടില്യ. കൗട്ടില്യ ഈസ് ഓൾസോ നോൺ ആസ് ചാണക്യ ഓർ വിഷ്ണുഗുപ്ത. And his work is അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രയാണ് വിഷ്ണുഗുപ്തൻ്റെ അല്ലെങ്കിൽ ചാണക്യൻ്റെ വർക്ക് എന്ന് പറയുന്നത്. UPSC ഹാസ് ആസ്ക്ഡ് അബൌട്ട് അർത്ഥശാസ്ത്ര. സോ അർത്ഥശാസ്ത്ര ഈസ് എ പ്രിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്. പ്രിസ്ക്രിപ്റ്റീവ് ആണ്, ഒരു സ്റ്റേറ്റ് എങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അർത്ഥശാസ്ത്ര എന്നുള്ള ടെക്സ്റ്റ്. സോ യു ക്യാൻ സീ മെനി പാർട്സ്. നേരത്തെ നമ്മൾ ഋഗ്വേദത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പല പാർട്സ് ആയിട്ടാണ് അർത്ഥശാസ്ത്രയും എഴുതിയേക്കുന്നത്. സോ മേജർലി ഇറ്റ് ഈസ് റിട്ടൺ ഇൻ 15 പാർട്സ്. ആൻഡ് ഓൾസോ ഇവിടെ ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോ സിസ്റ്റവും അല്ലെങ്കിൽ ഓരോ ലിംസും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ് അർത്ഥശാസ്ത്രയിൽ പറയുന്നത്. ഓക്കെ, സോ
Chandragupta is taking the reign in 321. He is also known as Sandracotus, Anthracotus and all in Greek references. Okay, Greece references Sandracotus, Anthracotus എന്നൊക്കെ പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ചന്ദ്രഗുപ്ത മൗര്യ ഈ ഒരു റീജിയൻ അക്വയർ ചെയ്യുമ്പോൾ തന്നെ what he does is he is actually sealing the western part. അതായത് ഈ സെലൂസിഡ് എംപയർ എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ സെലൂസിഡ് എംപയർ ഇസ് റൂൾഡ് ബൈ സെലൂക്കസ് നിക്കേറ്റർ. ഓക്കെ, സെലൂക്കസ് നിക്കേറ്റർ ആണ് സെലൂസിഡ് എംപയർ റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സെലൂക്കസ് നിക്കേറ്ററിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ചന്ദ്രഗുപ്ത ഈസ് സീലിംഗ് ദ വെസ്റ്റേൺ ഫ്രണ്ടിയർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി. ഓക്കെ, and after defeating Seleucus Nicator, he is having a friendly relations with him, and Seleucus Nicator is sending an ambassador to Chandragupta's court, that is Megasthenes, and he has brought Indica. Okay, അപ്പോൾ 321 to 297 BC ആ ഒരു ടൈം പീരീഡിലാണ് മെഗാസ്തനസ് ഇന്ത്യയിലോട്ട് വരുന്നതും ഇൻഡിക്ക എന്നുള്ള ബുക്ക് എഴുതുന്നതും. ഇൻഡിക്കയിൽ ഇവിടുത്തെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ ബുക്സ് വിച്ച് ടോക്സ് അബൌട്ട് മൗര്യൻ പീരീഡ്. ഏതൊക്കെയാണ്? അർത്ഥശാസ്ത്ര ആൻഡ് മെഗാസ്തനസ്, ഇൻഡിക്ക. ഓക്കെ, ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യ ഏകദേശം നോർത്തേൺ റീജിയൻ ഫുൾ അക്വയർ ചെയ്യുകയും ബൈ 297 BC ഹിസ് അഡോപ്റ്റിംഗ് ജൈനിസം ആൻഡ് ending his life through a ritual called Saleghana. Okay, and Saleghana is starvation to death. That is a ritual in Jainism. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വന്ന്, അതായത് ശ്രാവണ ബേലഗോല ഇൻ കർണാടക, ഈ ഒരു പ്ലേസിലാണ് ചന്ദ്രഗുപ്ത മൗര്യ സല്ലേഖന എന്നുള്ള റിച്വൽ എടുക്കുകയും ഹി ഈസ് എൻഡിങ് ഹിസ് ലൈഫ് ദെയർ. ഫ്രം ദെയർ 297 BC തൊട്ട് you can see the next king, that is Bindusara. Bindusara is also known as Amitrochatus in Greece. Amitrochatus അല്ലെങ്കിൽ അമിത്രഗാഥ. അമിത്രഗാഥ എന്ന് പറയുന്നത് കില്ലർ ഓഫ് ഫോഴ്സ്, എനിമീസിനെ കോൺകർ ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അമിത്രഗാഥ എന്ന് പറയുന്നത്. ഹി ഹാസ് ബിന്ദുസാരയുടെ പീരീഡിൽ യു ക്യാൻ സി അംബാസിഡേഴ്സ്, സിറിയ ഈജിപ്ഷ്യൻ റീജിയനിൽ നിന്ന് അംബാസിഡേഴ്സ് ഇന്ത്യയിലോട്ട് വരുന്നത് കാണാം. സോ ഫ്രം സിറിയ you can see Demachus, and from Egypt it is Dionysus. ഓക്കെ, അപ്പോൾ ഡീമാക്കസും ഡയനൈസസും പറയുന്ന അംബാസിഡേഴ്സ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആൻഡ് ദ മേജർ റൂളർ ഇൻ ദ മൗര്യൻ ഡൈനാസ്റ്റി, ദാറ്റ് ഈസ് അശോക. 268 to 232 BC you can see Ashoka taking over the reign. Okay, BC ലാണ്. So Ashoka is known for his peaceful nature അല്ലേ. Ashoka Maurya is known for spreading Buddhist principles and for his peaceful nature. And അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 260 BC നിന്നാണ്. ദാറ്റ് ഈസ് ഫ്രം കലിംഗ വാർ. സോ ഇഫ് യു സീ ദ മാപ്പ് ഓഫ് മൗര്യ, നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്ലൂയിഷ് ഏരിയ ഇത് ഇത്രയാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റ് പീരിയഡിൽ കോൺകർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു പേർപ്പിൾ റീജിയൻ ആണ് it is conquered by Bindusara. So Kalinga was only left and Ashoka is conquering the Kalinga region. It is also to get the access to eastern ports. അതായത് നേരത്തെ ചന്ദ്രഗുപ്ത മൗര്യ കോൺകർ ചെയ്തതും കലിംഗയുടെ പാർട്ടായിട്ടിരുന്ന താമ്രലിപ്തി എന്ന് പറയുന്ന പോർട്ടിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയും കൂടാണ്. സോ താമ്രലിപ്തി ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് എ മേജർ പോർട്ട് ഓഫ് Mauryans. Okay,
So by 260 BC, Ashoka is conquering the Kalinga region, and after that he is leaving this tendency to conquer region. He is taking up Buddhism and becoming a propagator of Buddhist ideas. പക്ഷേ ഈ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിളിനെ he has propagated a version of this Buddhism എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ എസെൻസ് അക്വയർ ചെയ്തുകൊണ്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ആയിരുന്നു അശോക സ്പ്രെഡ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ധമ്മ പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോ ഹി ഹാസ് ഷിഫ്റ്റഡ് ഹിസ് ഫോക്കസ് ഫ്രം ബേരി ഘോഷ, that is war cry, to Dhamma Ghosha. Okay, and ഈ Dhamma Ghosha എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അപ്പം വലിയൊരു സ്റ്റാൻഡിങ് ആർമി ഒക്കെ ഉള്ളൊരു ഡൈനാസ്റ്റിയിൽ ഈ ആർമി ഒഫീഷ്യൽസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് he is spreading his ideas. So those who spread his ideas were known as Dhamma Mahajanapadas. Officials who spread these ideas of അല്ലെങ്കിൽ ധമ്മ പ്രിൻസിപ്പിൾസ് പ്രൊപ്പഗേറ്റ് ചെയ്ത ഒഫീഷ്യൽസിനെയാണ് ധമ്മ മഹാമട്ടാസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇത് കൂടുതലും അശോകൻ്റെ എഡിക്സിലൂടെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ വാട്ട് ഈസ് അശോക എഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസ് ധമ്മ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ അതിന് മുന്നേ അശോകൻ്റെ പല പ്രൊക്ലമേഷൻസും ഇൻസ്ക്രൈബ് ചെയ്തേക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, എഡിക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇൻസ്ക്രിപ്ഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. ആൻഡ് എഗെയിൻ 2022 ആക്ച്വലി UPSC has asked this question. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഏരിയാസ് എന്നുള്ളത്? ഇതിൽ എത്ര പേയേഴ്സാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അശോകൻ്റെ എഡിക്ട്സ്. ഇവിടെ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി 2 പേയേഴ്സ്, ദാറ്റ് ഈസ് ധൗളി ഈസ് ഇൻ ഒഡീഷ, എറഗുഡി ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്. ജൗഗാഡയും കൽസിയും ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ജൗഗാഡ ഈസ് ഓൾസോ ഇൻ ഒറീസ ആൻഡ് കൽസി ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, സോ വിൽ ടോക്ക് അബൌട്ട് അശോകാസ് എഡിക്ട്സ്. ബേസിക്കലി ഇൻസ്ക്രിപ്ഷൻസ് പല സ്ഥലങ്ങളിലുണ്ട്, ഒരേ മെസ്സേജസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം റോക്ക് എഡിക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ, അതായത് റോക്കിൽ ഇൻസ്ക്രൈബ് ചെയ്തേക്കുന്നതിനെയാണ് റോക്ക് എഡിക്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 14 മേജർ റോക്ക് എഡിക്ട്സ് ആൻഡ് മൈനർ വൺസ്, മൈനർ റോക്ക് എഡിക്ട്സ്. അതായത് 14 ടൈപ്പ് ഓഫ് മെസ്സേജസ് ഉണ്ട്, അത് പല സ്ഥലങ്ങളിലായിട്ട് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അനദർ ഈസ് 7 പില്ലർ എഡിക്ട്സ്. ഓക്കെ, അപ്പോൾ 14 മേജർ റോക്ക് എഡിക്ട്സും 7 പില്ലർ എഡിക്ട്സും ആണ് അശോകൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്പേഴ്സ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ മൈനർ റോക്ക് എഡിക്ട്സും നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ you can see Dhauli in Orissa, Jaugada in Orissa, Erragudi in Andhra, Girnar in Gujarat, Supara in Maharashtra, and Shahbaz Garhi and Mansehra in Pakistan region. Okay, here is Kalsi. നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കണ്ട Kalsi is in Uttarakhand region. So these are the places of major rock edicts. Okay, ഇവിടെ ഒറീസൻ റീജിയനിലുള്ള റോക്ക് എഡിക്റ്റ് 13 ആണ് ആക്ച്വലി കലിംഗ വാറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, റോക്ക് എഡിക്റ്റ് 13 ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹി ഹാസ് ചേഞ്ച് ഫ്രം ബേരിഘോഷ ടു ധമ്മഘോഷ. ഓക്കെ, കലിംഗ വാറും അത് കഴിഞ്ഞുള്ള അശോകൻ്റെ റിപ്പൻഡൻസിനെ കുറിച്ചാണ് മേജർ റോക്ക് എഡിക്റ്റ് 13 പറയുന്നത്. ഓക്കെ, അതുപോലെ
മേജർ റോക്ക് എഡിക്റ്റ് 2-ൽ you can see references about Kerala Putras. അതായത് സദേൺ പാർട്ടിലുള്ള ഡൈനാസ്റ്റീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാം. കേരള പുത്രാസ്, സാത്യപുത്രാസ് എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, and pillar edicts are majorly in the Bihar Nepal region, that is രാംപൂർവ, ലൗര്യ, നന്ദൻഗഡ് എന്നൊക്കെ പറയുന്ന ഇതിന് ഈ 3 സൈറ്റ്സ് യു ക്യാൻ സി. ആൻഡ് ഓൾസോ യു ക്യാൻ സി റുമൻദേയി ഇൻ ദ ബീഹാർ റീജിയൻ. ഓക്കെ, സോഹഗൗര എന്ന് പറയുന്നതും ഇൻസ്ക്രിപ്ഷൻ ഉള്ള സൈറ്റാണ്. ദാറ്റ് ഈസ് ഇൻ ഹിയർ UP region, Gorakhpur Eastern UP region-ലാണ് യു ക്യാൻ സി സോഹഗൗര. Okay, so from here we will go back to that question, that is, in which of the following relief sculpture inscription is Ranya Ashoka mentioned along with stone portrait of Ashoka? I will give you 20 seconds. നിങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞ പല സൈറ്റ്സും വന്നിട്ടുണ്ട്. And also you can see another other sites also, so please try answering it. ICC ഓക്കെ, സി എൻ ഡി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് കങ്ങനഹള്ളിയാണ്. ദിസ് ഈസ് ഇൻ കർണാടക. ഓക്കെ, സോ രണ്യ അശോക എന്നുള്ള ടേം വരുന്നത് ഈസ് ഇൻ കങ്ങനഹള്ളി ഇൻസ്ക്രിപ്ഷൻ, കർണാടക. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ് യു ക്യാൻ റിലേറ്റഡ് ടു ദിസ് ഐ വിൽ ഓൾസോ സേ ദർ ഇസ് എ മസ്കി എഡിക്റ്റ് again in Karnataka region തന്നെയാണ് മസ്കി എഡിക്റ്റ്, where you can see the name Ashoka Piyadasi. അശോക പിയാദസി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് മസ്കി എഡിക്റ്റിലാണ് കർണാടകയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ in MP region there is another edict, sorry, in MP region you can see Gujjara edict, where Ashoka is referred to as Devanam Piyadasi. Ashoka Raja. Okay, so most of the inscriptions il അശോകനെ ദേവനാം പിയാദസി എന്നാണ് പറയുന്നത്. ഓക്കെ, ദേവനാം പിയ എന്ന് പറഞ്ഞാൽ ഡിയർ ടു ഗോഡ്സ്, ആൻഡ് പിയാദസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസൻറ്റ് ലുക്കിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ദേവനാം പിയാദസി എന്നുള്ളതാണ് മിക്ക ഇൻസ്ക്രിപ്ഷനിലും അശോകനെ അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ 1837 ജെയിംസ് പ്രിൻസപ്പ് ഹാസ് ഡെസിഫേർഡ് ദാറ്റ്. ജെയിംസ് പ്രിൻസപ്പ് 1813 അശോക എന്ന് പറയുന്ന മൗര്യൻ കിങ് ആണ് ഈ ദേവനാം പിയാദസി എന്ന് പറയുന്നത് എന്ന് റിലേറ്റ് ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ഓക്കെ, ജെയിംസ് പ്രിൻസപ്പ് ഇൻ 1837.
So that are the facts about Ashoka's edicts. Okay. You should be very familiar with this place names. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈംസ് മൗര്യൻ പ്ലേസസ് ആയിട്ട് ഇതിനെ ചോദിച്ചിട്ടില്ലെങ്കിലും പല ടൈപ്പ് ഓഫ്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട പോലെ ഹാരപ്പൻ സൈറ്റ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുന്നതിൽ ഫില്ലർ ഓപ്ഷനായിട്ട് മൗര്യൻ സൈറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, 2019 തന്നെ സോഹഗൗറ 2 ഓപ്ഷനിൽ വന്നതായിട്ട് കാണാം. ഓക്കെ, ആൻഡ് മൗര്യൻ എഡിക്ട്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് റാണ്യ അശോക വന്നിട്ടുണ്ട്, ദേവനാപിയാദസ്യ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള അശോകൻ എഡിക്ട്സിൻ്റെ കാര്യങ്ങളും ആ പ്ലേസസും നിങ്ങൾ ഫെമിലിയറായി ഇരിക്കുക. ആൻഡ് ഫ്രം ദെയർ വി വിൽ ഗോ ടു ദ മൗര്യൻ ഡൈനാസ്റ്റി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നമ്മൾ അർത്ഥശാസ്ത്രയിൽ 7 ലിംസ് ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേറ്റ് എങ്ങനെ റൂൾ ചെയ്യണം എന്നുള്ള ടെക്സ്റ്റാണ് അർത്ഥശാസ്ത്രയിൽ. അതിൽ സ്റ്റേറ്റിനെ സപ്താംഗ രാജ എന്നാണ് പറയുന്നത്. അതായത് 7 ലിംസ് ഉള്ള സ്റ്റേറ്റ്. ഓക്കെ, 7 ലിംസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ് ഇൻ പാർട്ട് 6 of Arthashastra. Okay. പാർട്ട് 6 ഓഫ് അർത്ഥശാസ്ത്രയിലാണ് ഈ 7 ലിംസ് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 7 ലിംസ്? ദാറ്റ് ഈസ് കിങ്, മിനിസ്റ്റേഴ്സ്, ടെറിട്ടറി, ഫോർട്ട്, ട്രഷറി, ജസ്റ്റിസ് ആൻഡ് ആലി അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻസ്. ഓക്കെ, സോ കിങ് ഇസ് കോൾഡ് ആസ് ദ സ്വാമിൻ അല്ലെങ്കിൽ ധണ്ഡദാർ, ദ വീൽഡർ ഓഫ് എ സ്റ്റിക്ക്, റൈറ്റ് സ്റ്റിക്ക് എന്ന് പറയുന്നതാണ് ധണ്ഡദാർ. ദെൻ യു ക്യാൻ സി അമത്യാസ്, മിനിസ്റ്റേഴ്സ്. യു ക്യാൻ സി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസിങ് ദ കിങ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് യു വിൽ സി ജനപദ അല്ലെങ്കിൽ ടെറിട്ടറി എന്ന് പറയുന്നത് ആണ് 3rd ലിംബ് എന്ന് പറയുന്നത്. സോ മേജർലി ടെറിട്ടറിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ആദ്യം പ്രോവിൻസസ് ആയിട്ടാണ്. മേജർലി 4 പ്രോവിൻസസ് ആയിട്ടാണ് മൗര്യൻ ടെറിട്ടറിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് 4 provinces. That is, in the northern part you have Takshila. In the western part you have Ujjain. In the eastern part you have Tosali, and in the southern part you have Suvarnagiri. Suvarnagiri എന്ന് പറയുമ്പോൾ കർണാടക റീജിയൻ ആണ് പറയുന്നത്. ആൻഡ് ഉജ്ജയിൻ is in Madhya Pradesh region, Tosali is in Orissa region, and Takshila is in present day Pakistan region. Okay, so ഇത് 4 ആണ് മേജർ പ്രോവിൻസസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫ്രം ദെയർ വിൽ ഓൾസോ സി ഈ ടെറിട്ടറിയെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ദെയർ വെർ കൗൺസിൽസ്. സോ യു ക്യാൻ സി ദിസ് കൗൺസിൽ ബീങ് മെൻഷൻഡ് ഇൻ അർത്ഥശാസ്ത്ര. So there were majorly 6 council with 5 members each. അങ്ങനെ ടോട്ടൽ 30 മെമ്പേഴ്സിൻ്റെ ഒരു സെൻട്രൽ കൗൺസിലാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 കൗൺസിൽ ആക്ച്വലി ഡെൽറ്റ് വിത്ത് ഇൻഡസ്ട്രി, ഫോറിനേഴ്സ്, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ട്രേഡ് ആൻഡ് കോമേഴ്സ്, മാനുഫാക്ചർഡ് ഗുഡ്സിനൊരു കൗൺസിൽ ഉണ്ടായിരുന്നു, ആൻഡ് ഓൾസോ ടാക്സസ്. ഇതിനെല്ലാത്തിനും ഓരോരോ കൗൺസിൽസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലിംബ് ഇസ് ദുർഗ് അല്ലെങ്കിൽ ഫോർട്ട്. ഈ എല്ലാ പ്രോവിൻസസും കാര്യങ്ങളും ഫോർട്ടിഫൈഡ് ആയിരുന്നു. ആസ് നമ്മൾ പിന്നീട് വരുന്ന ഓരോ ഡൈനാസ്റ്റീസിലും കിങ്ഷിപ്പിലും നമുക്കിത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് കാണാൻ പറ്റും. ഫ്രം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫോർട്ടിഫിക്കേഷൻ ഒരു മേജർ പോയിൻ്റ് ആയിരിക്കും റൂൾ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ വി ഹാവ് ധണ്ട് ഓർ ബല. ധണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ആണ്. ബല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ആർമി. ഓക്കെ, സോ ആർമിയിലും യു ക്യാൻ സി there were
major different parts to the army that consisted of infantry, cavalry, chariots and elephants. And mostly justice-ന്റെ കാര്യം പറയുമ്പോൾ justice അല്ലെങ്കിൽ laws were based on 4 things. That is dharma അല്ലെങ്കിൽ sacred law എന്ന് പറയും. Second one is വ്യവഹാര, അതായത് നിങ്ങൾ ഡെയിലി ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്, യൂസേജിനെയാണ് വ്യവഹാര എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് ചരിത, ദാറ്റ് ഈസ് ട്രഡീഷൻസ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് രാജശാസന, ദാറ്റ് ഈസ് റോയൽ ഡിക്രീസ്. ഓക്കെ, ഇങ്ങനെ 4 കാര്യങ്ങളുടെ ബേസിസിലാണ് ജസ്റ്റിസ് സെർവ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ട്രഷറി അല്ലെങ്കിൽ കോശ എന്ന് പറയുന്നതാണ് ട്രഷറി എന്നുള്ളത്. there is reference to 2 officials, that is സംഹർത്ത, ചീഫ് റവന്യൂ കളക്ടറിനെയാണ് സംഹർത്ത എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് സന്നിദാത. സന്നിദാത എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് സ്റ്റേറ്റ് ട്രഷറിയാണ് സന്നിദാത. അഗൈൻ UPSC എക്സാംസിൽ ടേംസും അതിൻ്റെ മീനിങ്സും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് വൈ ഈ ഒഫീഷ്യൽസിൻ്റെയൊക്കെ നെയിം ഈ ഒരു ടൈം പീരീഡിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മിത്ര അല്ലെങ്കിൽ അല്ലി എന്ന് പറയുന്നത്. സോ മിത്ര ഓരോ സ്റ്റേറ്റിനോടും എങ്ങനെ ആയിരിക്കണം, നമ്മുടെ കിങ്ഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അതിനൊരു 7 ടൈപ്സ് ഓഫ് പോളിസീസ് അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ 7 ലിംസാണ് ഒരു സ്റ്റേറ്റിനെ ലീഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അർത്ഥശാസ്ത്ര സപ്താംഗ രാജ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഒരു PYQ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ സൊസൈറ്റി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് അതർ 3? ഇവിടെ കോശയാണ്. ബാക്കി കുല, വംശ ആൻഡ് ഗോത്ര ഈസ് റിലേറ്റഡ് ടു ദ ലേറ്റർ വേദിക് പീരിയഡ്. ആൻഡ് കോശ നമ്മളിപ്പോൾ കണ്ടതുപോലെ ട്രഷറിയാണ്. ദിസ് ഈസ് റിലേറ്റഡ് ടു ദ മൗര്യൻ പീരിയഡ്. ഓക്കെ, ആൻഡ് മൗര്യൻ ഡൈനാസ്റ്റിയിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ യു ക്യാൻ സീ പ്രസൻസ് ഓഫ് വർണ്ണ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 മേജർ വർണ്ണാസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് മിക്സ്ഡ് കാസ്റ്റ്, അതായത് അന്ത്യവസായൻ. അന്ത്യവസായൻ എന്ന് പറയുമ്പോൾ തന്നെ ദോസ് ഹു ലിവ് അറ്റ് ദ എൻഡ് എന്നാണ് പറയുന്നത്. ദോസ് ഹു ലിവ് അറ്റ് ദ എൻഡ് എന്ന് ചോദിച്ചാൽ ദ എൻഡ് ഓഫ് ദ വില്ലേജ് എന്നാണ് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഈ മിക്സ്ഡ് കാസ്റ്റ് എന്ന് പറയുമ്പം ഈ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ 2 വർണ്ണാസിലുള്ളവരുടെ പ്രൊജനിയായിട്ട് വരുന്ന ചൈൽഡിനെയാണ് ഈ മിക്സ്ഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ 4 വർണ്ണാസിൻ്റെയും താഴെയായിട്ടാണ് കാണുന്നത്. ദാറ്റ് ഈസ് വൈ അന്ത്യവസായൻ എന്നവർ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് സ്ലേവറിയെ കുറിച്ച് പറയുമ്പം മെഗാസ്തനസ് പറയുന്നത് ദർ ഈസ് നോ സ്ലേവറി എന്നാണ്. പക്ഷേ അർത്ഥശാസ്ത്രയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഹിതാക്കാസ് എന്ന് പറയുന്നത് സ്ലേവ്സ് ആണെന്ന്. ഓക്കെ, ദിസ് ഈസ് ഇൻ അർത്ഥശാസ്ത്ര. ബട്ട് മെഗാസ്തനസ് says that there is no slavery. Okay, അർത്ഥശാസ്ത്രസ് അല്ലാതെ അശോകൻ്റെ എഡിക്സിലും യു ക്യാൻ സീ റെഫറൻസ് ടു സ്ലേവ്സ് ആൻഡ് അശോക കോൾസ് ദം ദാസ. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ സോ മെനി ഇൻഡസ്ട്രീസ്, ആർട്ടിസൻസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ സർപ്ലസ് ഉണ്ടാവുകയും അതിൽ നിന്ന് ഒരുപാട് റവന്യൂ കിട്ടുകയും വേറെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു ടൈം പീരീഡാണ് നമ്മുടെ മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രീസും ട്രേഡും നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നതായിട്ട് കാണാം. സോ
you can see major ports in this period. നമ്മൾ നേരത്തെ വെസ്റ്റ് ബംഗാൾ റീജിയനിൽ we talked about Tamralipti. Another is in the Gujarat region, that is Bharuch. ബ്രിഗുകച്ച എന്നാണ് ഏൻഷ്യൻ നെയിമിൽ പറയുന്നത്. നർമ്മദയുടെ പോർട്ടായിട്ടുള്ള ബാറൂച്ചാണ്. ആൻഡ് തേർഡ് വൺ ഈസ് സൊപ്പാറ ഇൻ ദ മുംബൈ റീജിയൻ. ഓക്കെ, മഹാരാഷ്ട്രയിലാണ് സൊപ്പാറ ഉള്ളത്. സോ ദീസ് ത്രീ places are the major ports of Mauryan period. Okay, and trade you can see trade of textiles, agri products. Okay, ഇതെല്ലാം ഈ ഒരു ടൈമിൽ സ്പൈസസ് ഇതെല്ലാം ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബിക്കോസ് ഈ ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ യു ക്യാൻ സി ഗിൽസ് അല്ലെങ്കിൽ ആർട്ടിസൻസിൻ്റെ അസംബ്ലിയാണ് ഗിൽസ് എന്ന് പറയുന്നത്. ഗിൽസ് വേർ എ മേജർ എൻറ്റിറ്റി ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഗിൽസ് വേർ കോൾഡ് ആസ് ശ്രേണി ആൻഡ് ദ ചീഫ് ഓഫ് എ ഗിൽഡ് വാസ് നോൺ ആസ് ശ്രേണി മുഖ്യ. ഓക്കെ, ശ്രേണി മുഖ്യ. They were also called as Puga. Okay, guilds were also known as Puga. So this is about social and economic conditions of Mauryans. Okay, now Maurya is important. As you can see, ഇത്രയും വലിയ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ് മൗര്യൻസ് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ 7 ലിംബ്സ് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഓരോന്നിൻ്റെയും സബ് ഹെഡിങ്സ് ആയിട്ട് നമ്മൾ വേർഡ്സും അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും കണ്ടു. സോ വി സ്റ്റാർട്ടഡ് ഫ്രം 321 വിത്ത് ചന്ദ്രഗുപ്ത മൗര്യ, ദെൻ ബിന്ദുസാര, അശോക ഫ്രം 268 to 232 BC. Okay, and by 185 BC you can see the downfall of Mauryan Empire. എന്തായിരിക്കും റീസൺസ്? ഫ്രം ദ അശോകാസ് ടൈം ഇറ്റ്സെൽഫ്, അതായത് 232 BC തന്നെ യു ക്യാൻ സി ദ എംപയർ ഡിസിൻറ്റഗ്രേറ്റിംഗ് അല്ലേ. അതായത് when Ashoka stopped conquering new places and he became a Buddhist. അല്ലെ, ഉപഗുപ്തൻ്റെ താഴെയാണ് അശോക ബുദ്ധിസം സ്വീകരിക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ കലിംഗ വാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബുദ്ധിസ്റ്റ് സ്കോളർ ഉപഗുപ്ത, അശോക ഈസ് കൺവേർട്ടിംഗ് ടു എ ബുദ്ധിസ്റ്റ്. അപ്പം ആ ഒരു പീരീഡ് തൊട്ട് തന്നെ സ്റ്റേറ്റിൻ്റെ ഇത്രയും ഒരു കൺട്രോളിങ് അഡ്മിനിസ്ട്രേഷൻ വളരെ ലാക്സ് ആവാൻ തുടങ്ങുന്നതായിട്ട് കാണാം. ആൻഡ് ബിക്കോസ് ഓഫ് വേരിയസ് അതർ റീസൺസ് ഓൾസോ, ഇപ്പോൾ റിലീജിയസ് വൈസ് ആയാലും കൂടുതൽ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു സ്പ്രെഡ് ചെയ്തിരുന്നത്. സോ ബ്രാഹ്മണിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് വെൻ അശോക ടേൺ ടു ധമ്മ പ്രിൻസിപ്പിൾസ് ഹി ഫോർഗോട്ട് ടു ഗാർഡ് ദ ബൗണ്ടറി. ഓക്കെ, അപ്പോൾ അതുപോലെ നോർത്ത് വെസ്റ്റേൺ റീജിയൻസിൽ നിന്നൊക്കെ ഇൻവേഷൻസ് വരുന്നതായിട്ട് കാണാം. സോ അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കാത്തതായിട്ട് കാണാം. സോ ബലി, ഭാഗ എന്നൊക്കെ പറയുന്നതാണ് ടാക്സസ്. സോ ഇത് എക്കണോമിക് റിസോഴ്സസ് കുറയുന്നതായിട്ട് കാണും. ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് ബൈ 185 BC ന്യൂ dynasties are emerging in the Indian subcontinent that we are going to deal in the post-Mauryan period. Okay, so before that I will give you a 10 minutes break and then we will deal with the post-Mauryan period. And if any doubts you can ask in the chat box.
Okay. So yeah, ഇവിടെ ചാറ്റ്സിൽ ബിന്ദുസാര promoted or followed which religion? Okay, that is ആജീവിക. Okay. ആജീവികയാണ് ബിന്ദുസാര പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ. And we told about the reasons for the disintegration of Mauryan Empire, അല്ലേ? ബ്രാഹ്മണിക്കൽ റിയാക്ഷൻ പറഞ്ഞു, എക്കണോമിക്കൽ വീക്ക്നെസ്സസ് പറഞ്ഞു, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ ഗാർഡ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സോ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയറിൽ ആഫ്റ്റർ 321 അല്ലെങ്കിൽ ടുവേർഡ്സ് 185 BCയുടെ ടൈം പീരീഡിൽ യു ക്യാൻ സി ഇൻവേഷൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ, അല്ലെങ്കിൽ നൊമാഡിക് ട്രൈബ്സിൻ്റെ ഒരു ഇൻഫ്ലക്സ് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ അശോക വാസ് നോട്ട് ഗാർഡിങ്, അല്ലേ? അപ്പോൾ പോസ്റ്റ് മൗര്യൻ പീരീഡിൻ്റെ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി so many dynasties were ruling the Indian subcontinent. അപ്പം ഇൻവേഷൻസിൽ സെൻട്രൽ ഏഷ്യൻ ട്രൈബ്സിൻ്റെ ഇൻവേഷൻസിൽ ഇൻഫ്ലക്സിൽ ഒരുപാട് മൈഗ്രേഷൻസ് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ വന്നത് കാണാം. അതുവഴി ഫോറിൻ ഡൈനാസ്റ്റീസ് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ എസ്റ്റാബ്ലിഷ് ആവുന്നത് കാണാം. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇത്രയും നേരം മഗധൻ റീജിയൻ സെൻറ്റർ ചെയ്തിട്ടാണ് ഓരോ ഡൈനാസ്റ്റീസും റൂൾ ചെയ്തിരുന്നതെന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ പുതിയ ഡൈനാസ്റ്റീസ് വരുന്നതായിട്ട് കാണാം. സോ ഹിയർ we are going to look into foreign and indigenous dynasties. Okay, avade foreign dynasties la first varunathu is Indo-Greeks, then you can see Shakas and Kushanas. Okay, indigenous dynasties la you can see Shunga, Kanva and Satavahanas. Okay, ivide ഇനി നമ്മൾ ഇത്രയും നേരം ഒരു ലീനിയർ ടൈം ലൈനാണ് പറഞ്ഞു പോയത്, വൺ ആഫ്റ്റർ ദ അതർ ഓരോ ആരൊക്കെയാണ് മഗധ റീജിയൻ റൂൾ ചെയ്തതെന്ന്. പക്ഷേ ഇവിടെ നിന്ന് ആസ് യു ഹാവ് സീൻ യു ക്യാൻ സി വി വിൽ ബി ഡീലിംഗ് വിത്ത് സോ മെനി ഡൈനാസ്റ്റീസ്. സോ നിങ്ങളുടെ ടൈം ലൈൻ ഒന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇൻഡോ ഗ്രീക്സിൽ നമുക്ക് ആദ്യം ഫോറിൻ ഡൈനാസ്റ്റീസ് നോക്കാം. സോ Central Asian nomadic tribes താഴോട്ട്, അതായത് സൗത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ ദേ വർ നോട്ട് ഏബിൾ ടു എൻ്റർ ചൈന ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് ചൈന വാൾ. ചൈനയുടെ ഫസ്റ്റ് എംപറർ ആയിട്ടുള്ള ഷി ഹുവാങ്തി ഹാസ് സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ചൈനീസ് വാൾ. ഇപ്പം നമ്മൾ കാണുന്ന ഗ്രേറ്റ് ചൈന വാൾ പിന്നീട് മിങ് ഡൈനാസ്റ്റിയൊക്കെ പണിതതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം 3rd century BC ടൈമിൽ ഷി ഹുവാങ്തിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അശോകൻ്റെ റൂള് കഴിയുന്ന സമയത്തേക്കും ചൈനയിലോട്ട് ഈ ട്രൈബ്സിന് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, ഈ ഗ്രേറ്റ് ചൈന വാൾ കാരണം. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ആർ കമ്മിങ് ടു ദ സതേൺ സൈഡ്. അപ്പോൾ സൗത്തിൽ ആ സമയത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡോ ഗ്രീക്സ് ആണ്. ഈ സൗത്തിലെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ, അതായത് അഫ്ഗാനിസ്ഥാൻ ഏരിയ ആണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സെൻട്രൽ ഏഷ്യൻ നൊമാഡിക് ട്രൈബ്സ് ഈ റീജിയനിലോട്ട് വരികയും അവിടെ ഉണ്ടായിരുന്ന ഇൻഡോ ഗ്രീക്സ് എങ്ങോട്ട് വരും, ഇന്ത്യയിലോട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഫോറിൻ റൂളേഴ്സ് ഇൻ ദിസ് സബ് കോണ്ടിനെൻറ്റ് ഈസ് Indo-Greeks from the Afghanistan Bactrian region. ഓക്കെ, സോ ഇവിടെ നമുക്ക് മേജറായിട്ട് പഠിക്കാനുള്ളത് ഡെമെട്രിയസ് ആൻഡ് മെനാൻഡറിനെ കുറിച്ചാണ്. ആൻഡ് ഡെമെട്രിയസിനെ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 190 to 180 BC ഇടയിലായിരുന്നു. So Demetrius is the first Indo-Greek king to come to the Indian subcontinent. Okay, then we have, and ഈ ടൈം ലൈൻ എന്ന് പറയുന്നത് ഇൻഡിജിനസ് ഡൈനാസ്റ്റീസിൻ്റെ
അതേസമയം മഗധൻ റീജിയനിൽ ഇൻഡിജിനസ് ഡൈനാസ്റ്റീസ് ആയിരിക്കും റൂൾ ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇൻഡോ ഗ്രീക്സ് റൂൾ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഇൻഡോ ഗ്രീക്സ് ഉള്ളപ്പോൾ ഈ മഗധൻ റീജിയനിൽ ഇൻഡിജിനസ് ഡൈനാസ്റ്റീസിൻ്റെ റൂള് നടക്കുന്നതായിട്ടും കാണാം. ഓക്കെ, സോ ഇൻഡോ ഗ്രീക്സിൽ ഡെമട്രിയസ് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് മെനാൻഡറാണ്. മെനാൻഡറിൻ്റെ ടൈം ലൈൻ 165 BCE തൊട്ടാണ്. So Menandra is known to us because he has adopted Buddhism and taken the name Milinda. His Buddhist scholar was Nagasena. So Milinda ഒരുപാട് ഡൗട്ട്സ് നാഗസേനയോട് ചോദിക്കുകയും ഈ ഡൗട്ട്സിൻ്റെ കമ്പൈലേഷനാണ് മിലിന്ദ പൻഹോ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, അപ്പോൾ മിലിന്ദാസ് ക്വസ്റ്റ്യൻസ് ടു നാഗസേന ഈസ് കമ്പൈൽഡ് ഇൻ മിലിന്ദ പൻഹോ. ഓക്കെ, അപ്പോൾ മിലിന്ദ പൻഹോ ഈസ് എ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് മിലിന്ദ അല്ലെങ്കിൽ മെനാൻഡർ. ആൻഡ് ദേ ആർ ഓൾസോ ദ ഫസ്റ്റ് വൺ ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ്. നമ്മൾ ഇതുവരെ ട്രേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം കോയിനേജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കോയിനേജ് ഉണ്ടായിരുന്നോ? ഇല്ല. IVCയിൽ ഇറ്റ് വാസ് ബാർട്ടർ സിസ്റ്റം. അത് കഴിഞ്ഞ് മൗര്യനിലോട്ട് വരുമ്പോഴോ, മൗര്യനിൽ കോയിനേജ് തുടങ്ങുന്നുണ്ട്, പക്ഷേ സിൽവർ പഞ്ച് മാർക്ക് കോയിൻസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് അല്ലായിരുന്നു. ഓക്കെ, നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന പഞ്ച് മാർക്ക് കോയിൻസ് തന്നെയാണ്, പക്ഷേ അത് സ്റ്റാൻഡർഡൈസ്ഡ് കോയിൻസ് ആണ്. റിലീസ് ചെയ്യുന്ന ആരാണ്? ഇപ്പോൾ നമുക്ക് RBI ആണ്. ഈ മൗര്യൻ പീരീഡിൽ കൃത്യമായിട്ട് കിങ് ആണ് ഇത് റിലീസ് ചെയ്തിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഡോ ഗ്രീക്സ് ആണ് ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഒരു സെൻട്രൽ അതോറിറ്റിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്സ് ആണ്. ഇൻഡോ ഗ്രീക്സ് റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ, വൺ സൈഡിൽ കിങ്ങിൻ്റെ പിക്ചർ കാണും ആൻഡ് അതർ സൈഡിൽ വാല്യൂ കൊടുക്കും. അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടാണ് ഇൻഡോ ഗ്രീക്സ് കോയിൻസ് റിലീസ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് by 80 BCE you can see the arrival of next tribes, that is Shakas. നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ഫേസസ് ആയിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലോട്ട് ആൾക്കാർ വന്നത്. ഫസ്റ്റ് ഇൻഡോ ഗ്രീക്സ് വന്നു, സെക്കൻഡ് by 80 BCE ആര് വന്നു? ഷാക്കാസ് വന്നു. ഷാക്കാസിൻ്റെ ഫസ്റ്റ് റൂളറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മൗസിനെയാണ്. ദെൻ വി ഹാവ് അസസ് ആൻഡ് മേജറായിട്ട് നമുക്ക് നോക്കേണ്ടത് രുദ്രദാമനാണ്. ഓക്കെ, അപ്പോൾ രുദ്രദാമൻ്റെ ടൈം ലൈൻ 130 to 152 CE ആണ്. ഷാക്കാസ് മോസ്റ്റ്ലി സെറ്റിൽ ചെയ്യുന്നത് വെസ്റ്റേൺ പാർട്ടിലാണ്. വെസ്റ്റേൺ പാർട്ടെന്ന് ഞാൻ പറയുമ്പം നമ്മുടെ ഗുജറാത്ത് റീജിയൻ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലാണ് ഷാക്കാസ് സെറ്റിൽ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദേ ഓൾവേസ് ട്രൈ ടു പെനിട്രേറ്റ് ടു ദ സതേൺ പാർട്ട്. എന്തിനായിരിക്കും പെനിട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ സൗത്തിലാണ് സീയുടെ ആക്സസ് ഉള്ളത്, പോർട്സ് ഉള്ളത് അല്ലേ. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് ഷാക്കാസ് എപ്പോഴും ഒരു സതേൺ എക്സ്പാൻഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ടൈമിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് രുദ്രദാമൻ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ഫോർ one inscription, that is Junagadh inscription. Junagadh inscription. Okay, and in Junagadh inscription actually there is a mention of a Sudarshana lake. ഇതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ലേക്കാണ് ഗുജറാത്തിൽ. ഈ സുദർശന ലേക്കിൻ്റെ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് രുദ്രദാമൻ എന്നാണ് ഈ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഈ ഇൻസ്ക്രിപ്ഷനിൽ ഇതിന് മുന്നേ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് ദാറ്റ് ദിസ് ലേക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ചന്ദ്രഗുപ്ത മൗര്യാസ് ഗവർണർ പുഷ്യഗുപ്ത. ഈ പുഷ്യഗുപ്ത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗവർണറാണ്. ആൻഡ് ഹീ ഹാസ് കൺസ്ട്രക്റ്റഡ് ദിസ് സുദർശന ലേക്ക്. ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ രുദ്രദാമൻ ഈ ലേക്കിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റെലവൻസ് ഓഫ് രുദ്രദാമൻ. ആൻഡ് യു ക്യാൻ ഓൾസോ സീ നമ്മൾ ഇൻഡിജിനസ് ഡൈനാസ്റ്റീസ് പറയുമ്പോൾ ഒരു എക്സ്പാൻഷന് വേണ്ടിയുള്ള വാർസ് ഈ ഒരു രുദ്രദാമൻ്റെ സമയത്ത് നടക്കുന്നതായിട്ട് കാണും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ്
major dynasty is Kushanas. Before that, there is a small dynasty, very small dynasty, Pallavas അല്ലെങ്കിൽ Parthians എന്നും പറയും. മേജർലി ഇവർ വെസ്റ്റിലോട്ടാണ് എക്സ്പാൻഷൻസ് നടത്തിയിട്ടുള്ളത്, അതായത് ഇറാനിയൻ റീജിയനിലോട്ടാണ് പാർത്തിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അറൌണ്ട് 45 BCE there is a reference to a Gondopharenus king, not much important. Then by 1st century CE you can see the arrival of Kushanas. ഇവിടെ I have written Vikrama era, that is Asok is actually having a conflict with the Gujarat king. Gujarat Ujjain regionിലുള്ള ഒരു കിങ്ങുമായിട്ട് ഒരു വാർ നടക്കുന്നുണ്ട്. അവിടെ the indigenous king is winning. His name was Vikramaditya. Okay, that is in 57 BCE. Asok is having a war with Vikramaditya. ഇവിടെയാണ് വിക്രമ എറ എന്ന് പറയുന്ന കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വിൽ സീ ദ കുഷന എംപയർ ഏകദേശം 15 CE-ലാണ്. അതായത് നമ്മൾ ഇത്രയും നേരം ബിഫോർ ക്രിസ്ത്യൻ എറയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ബൈ ദ ടൈം കുഷാനാസ് അറൈവ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് വി ആർ സ്റ്റാർട്ടിങ് ദ ക്രിസ്ത്യൻ എറ. സോ 15 CE-ലാണ് കുഷാനാസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരുന്നത്. ആൻഡ് ഹിയർ നമ്മൾ മേജർ റൂളേഴ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കുജില കാറ്റ്ഫൈസേഴ്സ് ആണ്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം ബി കനിഷ്ക. ഓക്കെ, Kanishka is important because of the 4th Buddhist Council. He conducts this Buddhist council in Kashmir region. Okay, and he is also important because Kanishka ഒരു മേജർ എക്സ്പാൻഷൻ നടത്തുന്നുണ്ട്. ഏകദേശം പട്ടലിപുത്ര റീജിയൻസ് വരെയും നോർത്ത് ഇന്ത്യ റീജിയൻ വരെയും കനിഷ്ക എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹീസ് അല്ലെങ്കിൽ കുഷാനാസ് ആർ നോൺ ടു ഹാവ് റിലീസ്ഡ് മോർ നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ്. അപ്പോൾ ഗോൾഡ് കോയിൻസ് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡോ-ഗ്രീക്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ കനിഷ്കൻ്റെ ടൈം ആകുമ്പോഴത്തേന് ലാർജർ നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് റിലീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ആൻഡ് ഓൾസോ ഹിസ് എംപയർ വാസ് സോ പ്രോസ്പെറസ് ബിക്കോസ് ഓഫ് ദ ട്രേഡ് ത്രൂ സിൽക്ക് റൂട്ട്. അപ്പോൾ സിൽക്ക് റൂട്ടിൽ കൂടെയുള്ള ട്രേഡിനെ, സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ കൂടെയുള്ള ട്രേഡിനെ ടാക്സ് ചെയ്തുകൊണ്ടാണ് കനിഷ്കൻ്റെ എംപയർ കൂടുതൽ പ്രോസ്പെറസ് ആകുന്നത്. ഓക്കെ, ആൻഡ് ഹി ഹാസ് അഡോപ്റ്റഡ് ടൈറ്റിൽസ് ലൈക്ക് ദേവപുത്ര. ഹിസ് ക്യാപിറ്റൽ വാസ് Peshawar, that is Purishapura, and his rule, അതായത് 78 CE ആണ് കനിഷ്കൻ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ഷാക്ക എറ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കലണ്ടറാണ് ഷാക്ക എറ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് കനിഷ്കാസ് റൂൾ. ഓക്കെ, അപ്പോൾ ചോദിക്കും വൈ ഷാക്ക എന്ന്. കനിഷ്കൻ ഇസ് എ കുഷാന, സോ വൈ വി ആർ കോളിങ് ഇറ്റ് ഷാക്ക എറ. ദാറ്റ് ഇസ് ബിക്കോസ് നമ്മൾ ആ സമയത്ത് പുറത്തുനിന്ന് ആര് വന്നാലും ഇൻവേഡ് ചെയ്ത് ഏതൊരു ട്രൈബ് വന്നാലും അവരെ നമ്മൾ ഷാക്കാസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ മ്ലേച്ഛാസ് എന്നും പറയും. ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുകളിൽ യു ക്യാൻ സീ ദ വേർഡ് മ്ലേച്ഛാസ്. ഇൻവേഡേഴ്സ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് എന്നുള്ള മീനിങ്ങിൽ വരുന്നതാണ് മ്ലേച്ഛാസ്. ആൻഡ് ഓൾസോ ഷാക്കാസിനെ ഔട്ട്സൈഡേഴ്സ് എന്ന് തന്നെയാണ് മീൻ ചെയ്തിരുന്നത്. ആൻഡ് ഓൾസോ വൺ അതർ തിങ് ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഷാക്കാസ് ഗുജറാത്ത് റീജിയൻ, രാജസ്ഥാൻ റീജിയനിലൊക്കെ ആയിരുന്നു ഷാക്കാസിൻ്റെ റൂളെന്ന്. ഈ ഒരു ഏരിയ കനിഷ്കൻ്റെ ടൈമിൽ കനിഷ്ക അക്വയർ ചെയ്യുന്നുമുണ്ട്. സോ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഷാക്ക എറ. ഓക്കെ, ആൻഡ് കനിഷ്കൻ്റെ റൂളിൽ
you can also see he patronized so many scholars such as Ashwagosha, who has written Buddha Charita. And also Charaka. Charaka is known as the father of Ayurveda. Charaka Samhita എന്ന് പറയുന്ന ബുക്കാണ് ചരകൻ എഴുതിയിട്ടുള്ളത്. And also you can see another scholar, Buddhist scholar like Vasumitra. ഇതെല്ലാം കനിഷ്കൻ്റെ പീരിയഡിൽ ഉണ്ടായിരുന്ന കോണ്ടംപററീസ് ആണ്. ഓക്കെ, so by 3rd century AD you can see the decline of Kushanas. 3rd century CE ലാണ് കുഷാനാസിൻ്റെ ഡിക്ലൈൻ ഉണ്ടാകുന്നത്. പിന്നീട് കുറച്ചു കാലവും കൂടെ കുഷാനാസ് അഫ്ഗാനിസ്ഥാൻ റീജിയൻ റൂൾ ചെയ്യുന്നതായിട്ട് കാണാം. ബട്ട് ബൈ 3rd century AD ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള കുഷാനാസിൻ്റെ റൂള് എൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഫ്രം 185 BC till 3rd century CE we were talking about the foreign dynasties in this subcontinent അല്ലേ. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, so this is what we discussed now. Indo-Greeks from 190 BC to 80 BCE. ഈ 80 BC ഒക്കെ ആകുമ്പോഴത്തേക്ക് Shakas are taking over the Indo-Greek dynasties also, and from 80 BCE towards 3rd century AD. 3rd century AD ൽ വരെയും you can see Shakas. Actually Gupta period വരെയും you can see the presence of Shakas. Okay, that is why ഒരു കറക്റ്റ് ടൈം ലൈൻ ഇവിടെ കാണിക്കാത്തത്. ആൻഡ് till 15 CE till the 3rd century, mid 3rd century ഒക്കെ വരെ you can see Kushana rule. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഫസ്റ്റ് CE എറയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ ഡൈനാസ്റ്റീസ് ഇതൊക്കെയാണ്. അറ്റ് ദ സെയിം ടൈം ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് യു ക്യാൻ സി the indigenous dynasties, that is Shunga, Kanva, and in the southern region you can see Satavahanas. Okay, Satavahanas in the south. So Shunga is actually a contemporary of Demetrius of Indo-Greeks. ഞാൻ പറഞ്ഞു ഇൻഡോ-ഗ്രീക്സിൻ്റെ ഫസ്റ്റ് റൂളർ ഡിമെട്രിയസ് ആണ്. ഏകദേശം 190 BC എന്നാണ് പറഞ്ഞത്. അപ്പം അതേ ടൈമിൽ തന്നെ ഈസ്റ്റേൺ പാർട്ടിൽ ഉണ്ടായിരുന്നതാണ് പുഷ്യമിത്ര ശുംഗ. പ്രോബബ്ലി ദേ മൈറ്റ് ഹാവ് had a war. Demetrius was trying to expand towards the eastern part, and there was a war between these two kings, Demetrius and Pushyamitra Shunga. Shunga dynasty establish ചെയ്യുന്നതിൻ്റെ റീസൺ is Brahmanical reaction. നമ്മൾ നേരത്തെ പറഞ്ഞു one of the reason for disintegration is the Brahmanical reaction എന്ന് പറഞ്ഞു. So Pushyamitra Shunga was actually the commander-in-chief of Brihadrada. Okay, and Brihadradaയെ assassinate ചെയ്തുകൊണ്ടാണ് Shunga is taking over the kingdom. And from there Shunga dynasty is ruling. Pushyamitra Shungയുടെ സമയത്ത് തന്നെ you can see his contemporary as another scholar, that is Patanjali. Okay, Pushyamitra Shungയുടെ contemporary ആണ് Patanjali. Patanjali has written a work that is Mahabhashya. ഗ്രാമർ വർക്കാണ് മഹാഭാഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് മഹാഭാഷ്യ ഇസ് ആക്ച്വലി എ കമൻട്രി ഓൺ അനദർ ടെക്സ്റ്റ്. വേറൊരു ടെക്സ്റ്റിൻ്റെ കമൻട്രി ആയിട്ടാണ് പതാഞ്ജലി ഈ മഹാഭാഷ്യ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ടെക്സ്റ്റിൻ്റെ കമൻട്രിയാണ് മഹാഭാഷ്യ? അഷ്ടധ്യായി. ആൻഡ് ദിസ് ഈസ് റിട്ടൺ ബൈ പാണിനി. ഒരു 7th to 5th century BCEയിലാണ് പാണിനി ഈ ബുക്ക് അഷ്ടധ്യായി എന്ന് പറയുന്ന ബുക്ക് എഴുതപ്പെടുന്നത്. അതിൻ്റെ കമൻട്രി ആയിട്ടാണ് പതാഞ്ജലി 185 BC പീരിയഡിൽ മഹാഭാഷ്യ എഴുതുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പുഷ്യമിത്രാസ് റൂൾ. Then comes the next
ruler, that is Agnimitra. Okay, Agnimitra is known because അഗ്നിമിത്രയുടെ ഒരു ലവ് സ്റ്റോറി കാളിദാസൻ എഴുതിയിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മാളവിക അഗ്നിമിത്ര. മാളവിക അഗ്നിമിത്ര എന്ന് പറയുന്ന വർക്കിൽ അഗ്നിമിത്രയുടെയും മാളവികയുടെയും ലവ് സ്റ്റോറിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ കാളിദാസൻ. ഓക്കെ, and we also have another important ruler in this period, that is Bhagabhadra. Bhagabhadra is important because Bhagabhadra's time again there is an ambassador coming from the Takshila region. He is known as Heliodorus. Okay, Heliodorus എന്ന് പറയുന്ന ഒരു അംബാസിഡർ തക്ഷില റീജിയനിൽ നിന്ന് ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ആൻഡ് ഹി ഈസ് erecting a pillar in the Besnagar region, that is Besnagar pillar. അല്ലെങ്കിൽ ഇതിനെ പറയുന്നതാണ്, ദിസ് ഈസ് നമ്മൾ നേരത്തെ മെനാൻഡർ ബുദ്ധിസം സ്വീകരിച്ചത് കണ്ടു, അതുപോലെ ഹീലിയോഡോറസ് ഈസ് ആക്ച്വലി ഫോളോയിങ് വൈഷ്ണവിസം ഹിയർ. ഓക്കെ, അപ്പോൾ ഈ ബേസ്നഗർ പില്ലർ എന്ന് പറയുന്നത് വിഷ്ണുവിന് ഒരു സിമ്പിളായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗരുഡ ധ്വജ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ശുംഗ ഡൈനാസ്റ്റി. മേജർലി നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറ്റ് വാസ് അബൌട്ട് പുഷ്യമിത്ര ശുംഗ, പതാഞ്ജലി, ആൻഡ് ദെൻ അബൌട്ട് അഗ്നിമിത്ര, മാളവിക അഗ്നിമിത്ര, ദ വർക്ക് ഓഫ് കാളിദാസ, then about Heliodorus pillar. Okay, from here last ruler ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ദേവഭൂതിയാണ്, ആൻഡ് ദേവഭൂതിയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള വാസുദേവ കൻവ. വാസുദേവ കൻവ വാസ് ദ മിനിസ്റ്റർ ഓഫ് ദേവഭൂതി, the last ruler of Shunga. വാസുദേവ കൻവ 75 BC ടൈമിൽ he is establishing the next dynasty, that is Kanva dynasty. And Kanva dynasty കുറച്ച് നാളെ റൂൾ ചെയ്യുന്നുള്ളൂ, and after that you can see towards the end the other smaller dynasties are taking over in the northern region. At the same time in the southern region you can see Satavahanas. So here നമ്മൾ ഇൻഡിജിനസിൽ ശുംഗ പറഞ്ഞു, കൻവ പറഞ്ഞു, ആൻഡ് southern part you can see Satavahana empire. Okay, so this Satavahana empire ന്റെ founder ആണ് സിമുഖ. So Satavahanas are actually known as Andhras in Puranas. ബ്രാഹ്മൺ ടെക്സ്റ്റിൽ ആന്ധ്രാസ് എന്നാണ് സതവാഹനാസിനെ പറയപ്പെടുന്നത്, ആൻഡ് സിമുഖ ഇസ് ദ ഫൗണ്ടർ ഓഫ് സതവാഹന ഡൈനാസ്റ്റീസ്. മൗര്യൻസിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ട് വർക്ക് ചെയ്യുകയും പിന്നീട് സദേൺ പാർട്ട് അക്വയർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയായിരുന്നു സതവാഹനാസ്. സോ യു ക്യാൻ സീ നോർത്തേൺ കൾച്ചർ ആക്ച്വലി സൗത്തിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ നേരത്തെ ബേക്ക്ഡ് ഗുഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, റൈസ് പ്ലാന്റേഷൻ, അഗ്രികൾച്ചർ സർപ്ലസ്, ഇതുപോലുള്ള കാര്യങ്ങൾ, യൂസ് ഓഫ് അയൺ, റിംഗ് വെൽസ്, ഇതെല്ലാം സദേൺ പാർട്ടിലോട്ട്, ഡെക്കാൻ പാർട്ടിലോട്ട് സതവാഹനാസിൻ്റെ റൂളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ പീരിയഡ്, ദിസ് പീരിയഡ് ഈസ് ഓൾസോ നോൺ ആസ് മെഗാലിത്തിക് പീരിയഡ് അല്ലെങ്കിൽ മെഗാലിത്തിക് കൾച്ചർ ഇൻ ദ സദേൺ പാർട്ട്. ഓക്കെ, ദാറ്റ് ഈസ് യൂസ് ഓഫ് അയൺ ആൻഡ് ദ കൾച്ചർ റിലേറ്റഡ് ടു ഇറ്റ്. മെഗാലിത്ത് എന്ന് പറയുമ്പോൾ എന്താ, ലാർജ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ്. അപ്പം അതിൻ്റെ ഒരു കൾച്ചറും ഈ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, മെഗാലിത്തിക്കിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഫേസിൽ സംസാരിക്കാം. ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് ഈ ഒരു കൾച്ചർ സൗത്തിലോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് around 100 BCE we are also seeing a new culture in the southernmost parts, that is megalithic culture. Okay, here സതവാഹനാസിൻ്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത് ഈസ് പ്രതിസ്ഥാന ഇൻ മഹാരാഷ്ട്ര,
ഇപ്പോൾ പൈഥാൻ എന്ന് പറയും. ദാറ്റ് വാസ് ദ ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ എന്താണ് ആന്ധ്രാസ് എന്ന് വിളിക്കുന്നത്? ആന്ധ്ര ഈസ്റ്റേൺ സൈഡിലാണല്ലോ, ഇപ്പോൾ നമ്മൾ പറയുന്ന വെസ്റ്റേൺ സൈഡിലാണ്. സോ ബേസിക്കലി സതവാഹനാസ് ഫസ്റ്റ് സെറ്റിൽഡ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ആൻഡ് ദെൻ ലേറ്റർ എക്സ്പാൻഡഡ് ടു ദ ഈസ്റ്റേൺ പാർട്ട്. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടതുപോലെ ആ ഒരു ഡെക്കാൻ റീജിയൻ ഫുള്ള് ഇവൻച്വലി ആണ് അവർ അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഓഫ് സതവാഹനാസിൽ നമുക്ക് ഈ സോഴ്സസിൽ പറയാൻ പറ്റുന്നത് രണ്ട്: നാനേഗഡ് ഇൻസ്ക്രിപ്ഷൻ ആൻഡ് നാഷിക് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, സോ സിമിക നമ്മൾ ഫൗണ്ടറായിട്ട് പറഞ്ഞു. നാനേഗഡ് ഇൻസ്ക്രിപ്ഷൻ ഈസ് ആക്ച്വലി റിട്ടൺ ബൈ ദ നെക്സ്റ്റ് റൂളർ, ദാറ്റ് ഈസ് സതകർണീസ് വൈഫ്. നെക്സ്റ്റ് റൂളറാണ് സതകർണി. സതകർണിയുടെ വൈഫാണ് നാനേഗഡ് ഇൻസ്ക്രിപ്ഷൻ എഴുതുന്നത്. ദെൻ യു ക്യാൻ സി നാഷിക് ഇൻസ്ക്രിപ്ഷൻ. നാഷിക് ഇൻസ്ക്രിപ്ഷൻ ആക്ച്വലി ഈ ഗൗതമി പുത്ര സതകർണി, ദ നെക്സ്റ്റ് ഇൻ ലൈൻ ഗൗതമി പുത്ര സതകർണിയുടെ മദർ, ദാറ്റ് ഈസ് ഗൗതമി ബാലശ്രീ ആണ് നാഷിക് ഇൻസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നാനേഗഡ് ഈസ് റിട്ടൺ ബൈ സതകർണീസ് വൈഫ് ആൻഡ് നാഷിക് ഇൻസ്ക്രിപ്ഷൻ ഈസ് റിട്ടൺ ബൈ ഗൗതമി പുത്ര സതകർണീസ് മദർ, ദാറ്റ് ഈസ് ഗൗതമി ബാലശ്രീ. ഓക്കെ, നെക്സ്റ്റ് കിങ് ഈസ് വസിഷ്ഠി പുത്ര പുലമൈ. ആൻഡ് വസിഷ്ഠി പുത്ര പുലമയുടെ ടൈമിലാണ് എന്ത് നടക്കുന്നത്? രുദ്രദാമനുമായിട്ട്, നമ്മൾ നേരത്തെ ശാഖയുടെ ടൈമിൽ രുദ്രദാമനെ പറഞ്ഞില്ലേ, ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ രുദ്രദാമൻ. സോ രുദ്രദാമൻ ഈസ് ദ കണ്ടംപററി ഓഫ് വസിഷ്ഠി പുത്ര പുലമൈ. ആൻഡ് ഈ ഒരു സമയത്ത് 2 വാർ വസിഷ്ഠി പുത്ര പുലമൈ ആയിട്ട് രുദ്രദാമൻ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർട്സിൻ്റെ ആക്സസിന് വേണ്ടിയാണ് അല്ലേ. ആൻഡ് മേജർ പോർട്സ് ഇൻ ദിസ് പീരീഡ്, സതവാഹനയും ഷാക്കാസും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ കാരണം ഈസ് ബിക്കോസ് ഫോർ ദ കൺട്രോൾ ഓഫ് ports such as Sopara in Maharashtra, Kalyan in Maharashtra, okay, അപ്പോൾ കല്യാൺ പോർട്ട്, സൊപ്പാര പോർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് രുദ്രദാമൻ അല്ലെങ്കിൽ ഷാക്കാസും സതവാഹനാസുമായിട്ട് ഡിസ്പ്യൂട്ട് നടക്കുന്നത്. ആൻഡ് രുദ്രദാമൻ ഈസ് ദ കണ്ടംപററി ഓഫ് വസിഷ്ഠി പുത്ര പുലമൈ. അത് കഴിഞ്ഞ് നമ്മൾ മേജറായിട്ട് നോക്കുന്ന കിങ് is ഹാല. Hala is actually important because he has written a book, that is Gata Saptasati അല്ലെങ്കിൽ Gata Sattasai. verses ഉള്ള ഒരു പോയമാണ് ഗത സട്ടസായി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ പ്രാകൃത് ലാംഗ്വേജ്. ഓക്കെ, പ്രാകൃത് ലാംഗ്വേജിൽ എഴുതപ്പെട്ട ഒരു ബുക്കാണ് ഗത സപ്തസതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ദ വാഹനാസ് ഓൾസോ റിലീസ്ഡ് സോ മെനി ലെഡ് കോയിനേജ്. നമ്മൾ നേരത്തെ കുഷാനാസിൻ്റെയും ഇൻഡോഗ്രീക്സിൻ്റെയും കാര്യം പറഞ്ഞിരുന്നു. They have released so many gold coins and standardized coins. സതവാഹനാസിൻ്റെ ടൈമിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നത് ലെഡ് കോയിനേജസ് ആണ്. ഓക്കെ, so this is the timeline that we are discussing. ഏകദേശം 190 BCE തൊട്ട് 250 CE വരെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ വേരിയസ് റൂളേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ലൈനിൻ്റെ നോർത്തേൺ പാർട്ടിൽ, അപ്പർ പാർട്ടിൽ യു ക്യാൻ സി ഫോറിൻ ഡൈനാസ്റ്റീസ് ലൈക്ക് Indo-Greeks, Shakas and Kushanas, and southern like under this line you can see Shunga dynasty, that is indigenous dynasties such as Shunga and Satavahanas. Shungas ഏകദേശം 185 തുടങ്ങുകയും 75 BC ഒക്കെ ആകുമ്പോഴത്തേക്ക് 80 BC ഒക്കെ ആകുമ്പോഴത്തേക്ക് they are giving way to the Kanva dynasty. And you can see Satavahanas ഏകദേശം 100 BCE തൊട്ട് 200 BCE തൊട്ട് they were the officials. Later
they are establishing the Satavahana dynasty and ഏകദേശം 220 AD വരെ Satavahanas നിലനിൽക്കുന്നുണ്ട്. Okay, and in 220 AD you can see Satavahanas is actually disintegrating to 4 smaller dynasties, that is Vakatakas in the Deccan region, then Kadambas in Mysore region, Abhiras in Maharashtrian region, and Ikshvakus in Andhra region. Okay, I don't think it's Ikshvaku. So Andhra region la it's Ikshvakus. Okay, later period you can also see Satavahanas are actually following Buddhism also. Brahminical origin പറയുന്നുണ്ടെങ്കിലും they are also patronizing all other religions. Okay, and സ്തൂപ സ്ട്രക്ചേഴ്സ് നിങ്ങൾ മൗര്യൻ ടൈംസിൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ സ്തൂപ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കും. അതായത് ബുദ്ധൻ്റെ റിലിക്സ് ഉള്ള ഒരു ഫോർമേഷൻസ് അല്ല കൺസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പം അശോകൻ്റെ ടൈമിൽ ആദ്യം ഇതൊരു 9 സ്തൂപാസ് ആയിരുന്നു ബുദ്ധൻ്റെ റിലിക്സ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും അശോകൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് യു ക്യാൻ സീ അബൌട്ട് 84,000 സ്തൂപാസ് ഓൾ അറൗണ്ട് ഇന്ത്യ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ അശോകാസ് ടൈം ഈ സതവാഹനാസ് ആണ് ആക്ച്വലി പിന്നീട് പല സ്തൂപാസും റെനോവേറ്റ് ചെയ്യുന്നതും റീബിൽഡ് ചെയ്യുന്നതും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫോളോഡ് ബൈ ദിസ് ഇക്ഷ്വാക്കൂസ് ഇൻ ആന്ധ്ര. ഓക്കെ, സോ ബേസിക്കലി ബുദ്ധിസത്തിന് ഒരുപാട് കേവ്സ് പാറ്റർണൈസ് ചെയ്യുന്നുണ്ട്. ജൂനാർ കേവ്സ്, കാർലെ കേവ്സ്, ഇതെല്ലാം സതവാഹനാസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, so that is about the post-Mauryan period. നമ്മൾ ഇപ്പം ഏകദേശം 6 ഡൈനാസ്റ്റീസ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തു. പാരലലാണ് ടൈം ലൈൻ. നമ്മൾ ആദ്യം ഇത്രയും ഡൈനാസ്റ്റീസ് അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് റൂൾ ചെയ്യുന്നുണ്ട്. സോ മേക്ക് നോട്ട് ഓഫ് ദാറ്റ്. പാരലായിട്ട് എങ്ങനെയാണ് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് വിൽ സ്റ്റാർട്ട് വിത്ത് ദ സംഘം ആൻഡ് ഗുപ്ത എറ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask in the chats. I think there is no other doubts. We will do some questions and start tomorrow. Okay, thank you.